ഒത്തിരി ഇടറിപ്പോയ മനുഷ്യരുണ്ട് അല്ലേ? ഒത്തിരി പാളിപ്പോയ മനുഷ്യരുണ്ട്, ഒത്തിരി തോറ്റുപോയ മനുഷ്യരുണ്ട്. അവരാരും നമ്മുടെ ജീവിതത്തിന് പുറത്തല്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്തുള്ള മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ ഇടർച്ചകളുടെ ഘോഷയാത്ര നമുക്ക് മുമ്പിൽ വിവരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. അല്ലെങ്കിൽ ബൈബിളിന് ഇത്രയും ഘനം വരില്ല. ഇവരൊന്നും നമുക്ക് പുറത്തല്ല, ഇവരൊക്കെ നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വചനത്തിൻ്റെ സനാതനത്വം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരാത്ത പുതിയ കഥകളല്ല, പുതിയ അനുഭവങ്ങൾ വേദപുസ്തകം നമുക്ക് മുമ്പിൽ തരുന്നത്. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്ന ഏലി എന്ന് പറയുന്ന മനുഷ്യൻ നമ്മളാണ്. അദ്ദേഹത്തിൻ്റെ വീട് കുറിച്ചിമുട്ടത്തെ നിങ്ങളുടെ വീടാണ്, എൻ്റെ വീടാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഈ രാത്രിയുടെ ചിന്തയ്ക്ക് വാർദ്ധക്യത്തോട് ബന്ധമുണ്ട്. വാർദ്ധക്യങ്ങൾക്ക് വേണ്ടിയുള്ള കുറേ ചിന്തകൾ ഇതിനകത്തുണ്ട് ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ. അതുപോലെ തന്നെ നല്ല ക്രിസ്ത്യൻ പേരൻറ്റിങ്ങിന്, രക്ഷകർത്തൃബോധത്തിന് തരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എന്തോ ആയിക്കൊള്ളട്ടെ, ഈ രാത്രി നമുക്ക് വളരെ ഏകാഗ്രമായി നമുക്ക് ആ വീട്ടിലേക്കൊന്ന് കടന്നിയല്ല. ഞാൻ നിങ്ങളെ ഇന്ന് രാത്രി കുറിച്ചിമുട്ടന്തെന്ന് എഴുന്നേൽപ്പിച്ച് ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഒരു അമ്മയുടെ കാര്യം പറയുന്നില്ല ഏലിയുടെ ജീവിതത്തിൽ. ഒരപ്പനുണ്ട്, 2 മക്കളുണ്ട്, ഹൊഫ്നിയും ഫിനെഹാസും. ഈ വീട് നിങ്ങൾ ഇന്ന് രാത്രി കഴിയുമെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം വീട്ടിൽ 1 ശമൂവേൽ 1 മുതൽ 4 വരെ ഒന്ന് വായിച്ചാൽ, ഇപ്പം ഇവിടെ നിന്ന് വായിക്കരുത്, ഉപകാരമായിരിക്കും. ഇതിൻ്റെ പൂർണ്ണത അവിടെയാണ്. ഈ മനുഷ്യൻ്റെ 3 പരാജയങ്ങൾ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തോട് കണക്ട് ചെയ്യുകയാണ്. നമ്മളാണ് എന്ന് പറയുകയാണ്, ഞാനാണെന്ന് പറയുകയാണ്. ഏലി പുരോഹിതൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, ഒന്നാമത്തെ പരാജയം, അഴകോടെ ആരംഭിക്കുകയും അഴുക്കോടെ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നതാണ്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അഴകോടെ ആരംഭിക്കുകയും അഴുക്കോടെ അവസാനിപ്പിക്കുകയും ചെയ്തു. A life that begins in beauty but ends in dirt എന്ന് പറയും. അഴകോടെ ആരംഭിച്ചു, അഴുക്കോടെ അവസാനിപ്പിച്ചു. നിങ്ങൾ കേൾക്കൂ, ഏലി എത്ര പേരുള്ള മനുഷ്യനാണെന്നറിയാമോ? ശീലോ എന്ന് പറയുന്ന സ്ഥലത്ത് സമാഗമന കൂടാരം, അവിടെ അന്ന് പള്ളി ഉണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ചിലർക്ക് ഇപ്പോൾ ഒരു ക്ഷീണമുണ്ട്, കുനിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇവിടെ കുനിഞ്ഞിരിക്കരുത്, എന്നെ നോക്കണം. എന്തായാലുമായിട്ട് ഒരുങ്ങി ഇവിടെ കഷ്ടപ്പെട്ട് സാരി എടുത്ത് ഇവിടെ വന്നതല്ലേ, എന്തിനാ കുനിഞ്ഞിരിക്കണം? എന്നെ നോക്കിക്കോളൂ. ശീലോവിൽ യഹോവയുടെ സമാഗമന കൂടാരം സ്ഥാപിക്കപ്പെട്ട സ്ഥലത്ത് പുരോഹിതന്മാർ പലരും അതിനോട് ചേർന്നൊക്കെ താമസിച്ചിരുന്നു. അവിടെ പൗരോഹിത്യ ശുശ്രൂഷയും ഇസ്രായേലിൻ്റെ ന്യായപാലനവും ഒരുപോലെ ചെയ്തിരുന്ന വളരെ പ്രാഗൽഭ്യമുള്ള പേരുള്ള മനുഷ്യനാണ് ആര്? ഏലി. അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ജൂബിലി 25 വർഷത്തിന് കഴിഞ്ഞതാണ്. നല്ല ഷാമിയാന പന്തലൊക്കെ ഇട്ട് ബിരിയാണി വിളമ്പിക്കൊടുത്തതാണ്. ഇപ്പം 40 വർഷമായിട്ടുണ്ട്. ഒരു 50 വർഷം തികയ്ക്കാനൊക്കും എന്നാണ് വിചാരം അദ്ദേഹത്തിൻ്റെ. പക്ഷെ വയസ്സ് 1098 ആയിട്ടുണ്ട് കേട്ടോ. ആ മനുഷ്യൻ്റെ ജീവിതം അഴകോടെ ആരംഭിച്ചു, അഴുക്കോടെ അവസാനിപ്പിച്ചു. ഞാൻ കുറച്ച് പേരുടെ ഭാഷയിൽ പറഞ്ഞ നിയോഗങ്ങളുടെ നിറവിൽ തുടങ്ങി, പക്ഷെ വിയോഗങ്ങളുടെ കുറവിൽ ഒടുങ്ങി എന്ന് പറയാം. ഞാനിന്നത് പറയാൻ കാരണം, ഈ മനുഷ്യൻ്റെ തുടക്കം ഗംഭീരമാണ്, അവസാനം എങ്ങനെയാണെന്നറിയാമോ? ഇതുപോലെ ഒരു കട്ടളപ്പടിയിൽ ഏകനായി താടിക്ക് കൈകൊടുത്തിരിക്കുമ്പോൾ മക്കളുടെ മരണം, ദൈവത്തിൻ്റെ പെട്ടകം പിടിപ്പെട്ടു പോയത് കേട്ടിട്ട് പിറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരണപ്പെട്ട ഒരു വൃദ്ധനാണ്. ദുരന്തമാണ് മക്കളുടെ ജീവിതം, പാഴായിപ്പോയൊരു കുടുംബജീവിതമാണ്. ബിഗിൻസ് ഇൻ ബ്യൂട്ടി, എൻഡ്സ് ഇൻ ഡേർട്ട്. നന്നായി തുടങ്ങി മോശമായി അവസാനിപ്പിച്ചു. നമ്മുടെ ജീവിതത്തോടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഈ പഴയ നിയമത്തിലെ ഒരുപാട് മനുഷ്യരും പുതിയ നിയമത്തിലെ ഒരുപാട് മനുഷ്യരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നറിയാം? പഴയ നിയമത്തിലെ പലരും നന്നായി തുടങ്ങുകയും മോശമായി അവസാനിപ്പിക്കുകയും ചെയ്തു. ഉദാഹരണം, നമ്മുടെ നോഹ, ഭൂതലത്തിലൊക്കെയും നീതിമാൻ, ദൈവത്തിന് വളരെ പ്രിയപ്പെട്ട ആളാണ് നോഹ. പെട്ടകൊക്കെ ഉണ്ടാക്കി ഒക്കെ കൊള്ളായിരുന്നു.
നന്നായി തുടങ്ങി. പക്ഷെ അവസാനിപ്പിക്കുമ്പോൾ വെള്ളം അടിച്ച് കോൺ തെറ്റി മുണ്ടില്ലാതെ കിടന്ന് വീഞ്ഞുമൊക്കെ അഴിച്ച് മത്തനായി ആ മനുഷ്യൻ്റെ അവസാനം ദുരന്തമാണ്. ശലോമോൻ എത്ര നന്നായി തുടങ്ങി, ബഹുകേമൻ, ജ്ഞാനി. പക്ഷെ അവസാനം കെട്ടി 800 സ്ത്രീകളെ കെട്ടിയെന്നാണ്. ഫറവോൻ്റെ മോളെ വരെ കെട്ടിക്കളഞ്ഞു. അവസാനം അദ്ദേഹം ഒരുപാട് തെറ്റുകളിലൂടെ പോയി. ശലോമോൻ എത്ര മോശമായിട്ട് അവസാനിപ്പിച്ചേ. സാംസൺ, ഷിംഷോൻ, ദൈവം അദ്ദേഹത്തിന് മാത്രം കൊടുത്ത കുറേ നിയോഗങ്ങളുണ്ടായിരുന്നു. ഭംഗിയായി തുടങ്ങി, പക്ഷെ അവസാനം ആത്മഹത്യക്ക് തുല്യമായ ഒരു മരണം. സാംസൺ. ശൗൽ, ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ്, നന്നായിട്ട് തുടങ്ങി. ഇസ്രായേലിലെ ഒരു പൊളിറ്റിക്കൽ പവറാക്കി രൂപപ്പെടുത്താൻ ശൗൽ വഹിച്ച പങ്ക്. പക്ഷെ അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? ആത്മഹത്യയാണ്. നിങ്ങൾ പരതി നോക്കൂ എൻ്റെ ചങ്ങാതിമാരെ. പഴയ നിയമത്തിൽ ഒരുപാട് മനുഷ്യർ നന്നായിട്ട് തുടങ്ങുകയും മോശമായിട്ട് അവസാനിപ്പിക്കുകയും ചെയ്തു. ഇനി പുതിയ നിയമത്തിലേക്ക് നോക്കിക്കുക. നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് നോക്കിയാൽ പത്രോസ് നാറുന്ന വള്ളത്തിലാണ് തുടങ്ങി, അവസാനിപ്പിക്കുന്നത് അനുഗ്രഹകരമായിട്ടാണ്. ശിഷ്യന്മാർ ഓരോരുത്തരും വളരെ മോശപ്പെട്ടൊരു ഐഡന്റിറ്റിയിൽ നിന്ന് തുടങ്ങി. സക്കായി മോശപ്പെട്ടൊരു ഐഡന്റിറ്റി ആയിരുന്നു. അവരൊക്കെ എങ്ങനെയാ? പൗലോസ് അപ്പോസ്തലൻ ഗുണ്ടയായിട്ടാണ് തുടങ്ങി, പക്ഷെ തമ്പുരാന്റെ ചെണ്ടയായിട്ടാണ് അവസാനിപ്പിച്ച്. നിങ്ങൾ ബൈബിൾ തുറന്ന് ഇതൊരു ഒരു വല്ലാത്ത കൗതുകമുള്ള താരതമ്യമാണ്. പഴയ നിയമത്തിൽ പലരും നന്നായി തുടങ്ങുകയും മോശമായി അവസാനിപ്പിക്കുകയും ചെയ്തു. പുതിയ നിയമത്തിലേക്ക് വന്നാൽ മോശമായിട്ട് തുടങ്ങിയവർ നന്നായിട്ട് അവസാനിപ്പിച്ചു. ഇനി സ്നേഹിത, നമ്മുടെ ജീവിതത്തിൻ്റെ ചലഞ്ച് എന്താ? എങ്ങനെ തുടങ്ങുന്നു എന്നതല്ല, എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാ. അല്ലേ? എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാ. 2 കാര്യങ്ങൾ മറന്നുപോലും നിങ്ങൾ കേട്ടോ. ഒന്ന്, കാനാവിലെ വീട്ടിൽ ആ കല്യാണപ്പന്തൽ അവരുടെ ഒരു അവസാനത്തെ പന്തി ഉണ്ടായിരുന്നു. ഏറ്റവും നല്ലത് വിളമ്പിയത് അവസാനം, അല്ലേ? ഏറ്റവും നല്ലത് വിളമ്പിയത് അവസാനമാണ്. തിബിരിയാസിന്റെ പുൽമേടുകളിൽ 50 വീതം ഇരുത്താൻ പറഞ്ഞു. 3 ദിവസത്തെ വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുന്ന ജനമാണ്. 50 വീതം 5000 പേരെ ഇരുത്തിയാൽ എത്ര പന്തി ഉണ്ടാവും? പെട്ടെന്ന് പറ. എൻ്റെ കർത്താവേ, 50 വീതം 5000 പേരെ ഇരുത്തി എത്ര പന്തി ഉണ്ടാവും? ആരെങ്കിലും ഒരാൾ പറ. 50 പേരെ വീതമാണ് ഇരുത്തുന്നത്. 5000 പേരുണ്ട്. എത്ര പന്തി വരും? 100. അല്ല, പിള്ളേർക്കൊരു 2 മാർക്ക് പറഞ്ഞാൽ വീട്ടിൽ കിടന്ന് 3-4 ലോഹമായുധത്തിന് വെടിമരുന്ന് കത്തിക്കുന്ന പാർട്ടികളാണ്. ഒരു സിമ്പിൾ കണക്ക് പറഞ്ഞപ്പോൾ എന്തേ 100 പന്തി. ഇനി 100ാമത്തെ പന്തിയിലാണ് എന്തായാലും കുറിച്ചുമുട്ടത്തുകാർ 100ാമത്തെ പന്തി ഇരിക്കില്ല. 2ാമത്തെ പന്തി നമ്മൾ സഹിക്കില്ല. അപ്പോഴാണ് 100ാമത്തെ പന്തി. അവിടെ ഇരുന്നവരുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഭ്രാന്ത് പിടിച്ചേനല്ലേ. പക്ഷെ അതിലും നമ്മൾ വായിക്കുന്നത് എല്ലാവരും തിന്ന് വയറ് നിറഞ്ഞു എന്നല്ല, തൃപ്തരായി. അപ്പം 2 കാര്യം മറന്നു പോകരുത്. ഒന്ന്, കാനാവിലെ അവസാനത്തെ പന്തിയും ആ പുൽമേടുകളിലെ 100ാമത്തെ പന്തിയും എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതും മനോഹരമായതും അവസാനത്തോളം. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ശരിക്കും നമ്മുടെ വീടുകളിൽ ഒരു ജീവിതം തുടങ്ങുമ്പോൾ, ഒരു സൗഹൃദം ആരംഭിക്കുമ്പോൾ, ഒരു പ്രണയം തുടങ്ങുമ്പോൾ, ഒരു വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ തുടക്കത്തിൽ അതിനോട് പുലർത്തുന്ന താല്പര്യവും ഊഷ്മളതയും ഇപ്പം കുറഞ്ഞിട്ടില്ലേ? ഇവിടെ കെട്ടിച്ചുകൊണ്ട് വന്നിട്ട് 16 വർഷമായിട്ടുണ്ട്, 23 വർഷമായിട്ടുണ്ട്. ശരിക്കും വന്നു കയറിയ നാളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഉണ്ട്. അവിടെയോട് മാത്രമല്ല, നമ്മളോടുകൂടെയാണ്. നമ്മൾ കുറേ കഴിയുമ്പോൾ തണുത്തു പോകുന്നില്ലേ? പലതും ഒരു ജീവിതം തുടങ്ങുമ്പോഴും ഒരു സൗഹൃദം ആരംഭിക്കുമ്പോഴും ഉള്ള ഊഷ്മളതയൊന്നും കുറേ കഴിയുമ്പോൾ ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ വാടിപ്പോവാണ്. നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ ഇസഹാക്ക് കെട്ടണ പെണ്ണിൻ്റെ പേര് റെബേക്ക എന്നാണ്. അറിയാലോ? ഇസഹാക്ക് കല്യാണം കഴിക്കുമ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? റെബേക്ക വന്നു കയറിയപ്പോൾ ഇസഹാക്കിന് അമ്മയുടെ മരണദുഃഖം മാറി എന്ന് പറഞ്ഞാൽ, സാറാമ്മച്ചി മരണപ്പെട്ട നാളുകളിലാണ് റെബേക്കായെ കെട്ടിക്കൊണ്ടുവരുന്നത്. ഈ പുത്തൻ മരുമോള് വന്നു കയറിയപ്പോൾ എന്നെ സന്തോഷമായിരുന്നു. അറിയാമോ? അടിപൊളിയായിരുന്നു അവൾ വന്നു കയറിയപ്പോൾ. ബൈബിൾ എഴുതിയിട്ടുണ്ട്,
റെബേക്ക വന്നു കയറിയപ്പോൾ ഇസഹാക്കിന് അമ്മയുടെ മരണദുഃഖം മാറി. ഇനി ഈ വന്നു കയറിയ പുത്തൻ മരുമോള് കുറെ കഴിഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ഇസഹാക്ക് കെട്ടിയോൻ പ്രായമായപ്പോൾ ഒരു പഴംതുണിക്കെട്ട് പോലെ ഒരു പഴയ മെത്തയിൽ ഇട്ടുപോലെ ചുരുണ്ട് കിടന്നപ്പോൾ അങ്ങേർക്ക് ഇതിന് ബീഫ് കുരുമുളക് ഇട്ട് ഉലർത്തിയത് കഴിക്കാനൊരു മോഹം. വീട്ടിൽ പറയാനൊക്കില്ല. അതുകൊണ്ട് ഏശാവിനോട് വിളിച്ചു പറഞ്ഞു, മോനെ നീ പോയിട്ട് വല്ലോ അറിയാമല്ലോ കൊണ്ടുപോടാന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് ചെങ്ങന്നൂക്കാരോട് ചോദിക്കട്ടെ, വീട്ടിൽ വായിക്ക് രുചിയായിട്ട് ഈ അമ്മച്ചി വല്ലതും ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഈ ചെറുക്കനെ പറഞ്ഞ് വിടുവോ? നിങ്ങൾ പറ. ഇടത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ കെട്ടിയോള് വന്നു കയറിയപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നത് അയ്യോ എന്നെ അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, പുത്തൻ ഇവരെ അറിയാമോ? കൊള്ളാം, അടിപൊളിയായിട്ട് നമുക്കറിയില്ലേ. പലപ്പോഴും ജീവിതത്തിൻ്റെ തുടക്കത്തിൽ അമ്മായിയമ്മമാരൊക്കെ കോറസായിട്ട് പറഞ്ഞു പുത്തൻ അത് ഇങ്ങനെ തൂക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ തുടങ്ങുമ്പോഴുള്ള ഊഷ്മളതയും സ്നേഹവും പിന്നെ എപ്പോഴാണ് മടുപ്പിച്ചു തുടങ്ങിയത്? ഇപ്പോൾ ഒരു പക്ഷേ കുറേ പഴകിയ കുടുംബജീവിതങ്ങൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ പല മേഖലകളുണ്ട്. നാം ജോലി ചെയ്യുന്ന ഓഫീസാകാം, നമ്മുടെ പ്രൊഫഷനാകാം, നമ്മുടെ ശുശ്രൂഷയാകാം. പിന്നീട് അതുണ്ടോ? ശരിക്കും നമ്മൾ കർത്താവെന്ന് വിളിക്കുന്ന ഒരാളുടെ പ്രത്യേകത എന്താ? എല്ലാം നൽകിയതും ഏറ്റവും നല്ലത് നൽകിയതും അവസാനത്തോളം നൽകിയതുമായ ഒരാളുടെ പേരാണ് യേശു, അല്ലേ? എല്ലാം നൽകിയതും ഏറ്റവും നല്ലത് നൽകിയതും അവസാനത്തോളം നൽകിയതുമായ, നിങ്ങളിങ്ങോട്ട് നോക്കിയേ, നിങ്ങൾ ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ പുറകെ പോലെ പ്ലീസ്. കുഞ്ഞുങ്ങളാകുമ്പോൾ അവർ ഈ ഒരു പ്രസംഗത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് കുഞ്ഞുങ്ങളുടെ ബഹളമൊക്കെ. അതതിൻ്റെ ഒരു BGM ആണെന്ന് കൂട്ടിയാൽ മതി, ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, അതങ്ങനെ പൊക്കോളും. നിങ്ങളെന്നെ നോക്കിക്കേ, എല്ലാം നൽകിയതും ഏറ്റവും നല്ലത് നൽകിയതും അവസാനത്തോളം നൽകിയതുമായ ആളുടെ പേരാണെന്ത്? കർത്താവെന്ന് പറയുക. ശരിക്കും ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകും തോറും എൻ്റെ ക്വാളിറ്റി കുറയല്ലേ? ചിന്തിച്ച് നോക്കിക്കേ, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ശരിക്കും നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, കർത്താവേ വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. എന്താ പാടിയത്? അവസാനത്തോളം. ഇതെപ്പോഴാണ് പാടുക? ജീവനോടിരിക്കുമ്പോൾ നമ്മൾ പാടില്ല. പിന്നെയോ നമ്മൾ അടിച്ചു പോയി കഴിയുമ്പോൾ സമാജത്തിലെ അമ്മച്ചിമാരെല്ലാം അവരുടെ കട്ടിലിന് ചുറ്റും ഇരുന്നാണ് പാടുന്നത്, അവസാനത്തോളം. കർത്താവേ വിശ്വാസ പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. പലരും നന്നായി തുടങ്ങും, എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞു, നഗരം വിടുവോളം വിശ്വസ്തരായിരിക്കുക. എങ്ങനെ തീർക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ലോക ചരിത്രം തന്നെ എടുത്തു നോക്കൂ. ഉദാഹരണം, ഈ ഇന്ത്യയിലെ മുഗൾ രാജവംശം എടുത്തു നോക്കൂ. ചക്രവർത്തിമാരെ കുറിച്ച് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതാണ്. ജഹാംഗീർ, ഷാജഹാൻ, ഹുമയൂൺ, അവരെല്ലാം ഭയങ്കരമായിട്ട് തുടങ്ങിയവരാ, മനോഹരമായിട്ട്. ഇപ്പം ഈ താജ്മഹലൊക്കെ പണിഞ്ഞത് ആരാ മക്കളെ? ഈ പള്ളി PSCയുടെ റാങ്ക് ലിസ്റ്റിൽ ഒരെണ്ണം അവസാനം വന്നത് എത്ര കാലമായി കാണും എനിക്കറിയാൻ പാടില്ല. താജ്മഹൽ പണിഞ്ഞത് ആരാ? ഷാജഹാൻ. മുതിർന്നവരാ പറഞ്ഞേ, പിള്ളേർ എന്നെ എവിടോട്ടുള്ള പഠനമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഷാജഹാൻ പോലും നന്നായി തുടങ്ങി, പക്ഷെ അവസാനം ആഗ്ര കോട്ടയിലെ തടവുകാരനായിട്ടാണ് മരിച്ചേ. ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ ഓർത്തപ്പോൾ പറഞ്ഞതാ. എങ്ങനെ തുടങ്ങുന്നു എന്നുള്ളതല്ല, എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീടുകളിലൊക്കെ പഴകും തോറും വീര്യം കുറയുന്ന വീഞ്ഞായി മാറിക്കൊണ്ടിരിക്കുക കുടുംബജീവിതം. ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഈ ചെക്കനും പെണ്ണും കൂടെ ഒരു യാത്ര പോകുമല്ലോ, അതിനെ എന്നാ വിളിക്കുന്നത് ഈ ഭാഗത്ത്? ഉറക്കെ പറ. നല്ല വാക്കാണ്, ഹണിമൂൺ അല്ലേ? പ്രായമുള്ളവരൊന്നും അങ്ങനെ പോയിട്ടുണ്ടാവില്ല, വല്ല കഷ്ടിച്ച് വിരുന്നിനുമല്ലേ പോയിട്ടുണ്ടാവും. പക്ഷെ പുതിയ പിള്ളേരൊക്കെ മൂന്നാറിനോ അല്ലേ ബാംഗ്ലൂരിനോ ഒക്കെ പോവും. അതിൻ്റെ പേരെന്നാണ്? രൂക്ഷമായിട്ട് തന്നെ ഇങ്ങനെ നോക്കാറ്, പറ. ഹണിമൂൺ. ശരിക്കും ആ പേരിൻ്റെ അർത്ഥം എന്തെന്നറിയാം? എനിക്ക് ആ പേരിനോട് യോജിപ്പില്ല. ഹണിമൂൺ എന്ന് പറഞ്ഞാൽ മധുവിധു അല്ലേ? തമിഴിൽ അതിനെ വിളിക്കുന്നത് തേൻ നിലയു എന്നാണ്. തേൻ നിലയു എന്ന് പറഞ്ഞാൽ ഈ ഹണി എന്ന് പറഞ്ഞാൽ മലയാളം അർത്ഥം എന്താ? തേൻ. നമ്മൾ ഒരാളെ തേനെ എന്ന് വിളിക്കുന്നത് എപ്പോഴാ? തേങ്ങയല്ല, തേൻ. പൊന്നെ, തേനെ, ചക്കര എന്നൊക്കെ വിളിക്കുന്നത് എപ്പോഴാടാ?
എപ്പോഴാടാ കുഞ്ഞെ? സ്നേഹം ഉണ്ടപ്പോഴാ, സ്നേഹം വഴിഞ്ഞൊഴുകുമ്പോഴാ. മൂണെന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രൻ. ചന്ദ്രന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ഒരു മേഘത്തിൽ നിന്ന് പ്രത്യക്ഷമായി നിലാവ് ഒഴിച്ചിട്ട് രസമാ, അടുത്ത മേഘത്തിൽ അങ്ങ് മറഞ്ഞു പോകും അല്ലേ? അല്ല, ഇവിടെ അങ്ങ് ചന്ദ്രനില്ലേ? ഉണ്ട്. ഹണിമൂണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്ഭവം അങ്ങനെയാണ്, അതിൻ്റെ ഒരു ഉൽപ്പത്തി അങ്ങനെയാണ്. പെട്ടെന്നങ്ങ് പ്രത്യക്ഷമായി പെട്ടെന്നങ്ങ് അപ്രത്യക്ഷമാകും മുമ്പ് കവിഞ്ഞൊഴുകുന്ന സ്നേഹത്തിൻ്റെ കാലമാണേത്? ഹണിമൂൺ. ഇനി ഇതെങ്കിലും മനസ്സിലാക്കിക്കോണം. ശരിക്കും അങ്ങനെ തീരാനുള്ളതാണോ കുടുംബജീവിതം? പറയൂ. അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആ വാക്കിനോട് ഇപ്പോഴത്തെ കുടുംബജീവിതങ്ങളൊക്കെ വളരെ പെട്ടെന്നാ. ഇപ്പം ഈ ഇരിക്കുന്ന ചെറുപ്പക്കാർ നല്ല പിള്ളേരാണ്. നമ്മുടെ പുതിയ തലമുറ വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നൊരു നെഗറ്റീവ് വാക്കുണ്ട്, ബ്രേക്കപ്പ് എന്നാണ്. കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ കൊച്ചു നല്ല കുട്ടികൾ, അവർ കേട്ടിട്ടില്ല. 9ാം ക്ലാസ്സിൽ തുടങ്ങും, 10ാം ക്ലാസ്സിൽ പൊട്ടും. +1 2 +2 അതിലൊരെണ്ണം ഇല്ല. ഇതിനെയൊക്കെ വിളിക്കുന്ന പേരാണ് പെട്ടെന്ന് അങ്ങ് തീർന്നു പോവുക. കൊണ്ടു നടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പുതിയ തലമുറയ്ക്ക് നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങളില്ല. അപ്പം ഈ തറയിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഐ ലവ് യു എന്ന് കേട്ടിട്ടല്ലേ? അതൊരു മോശപ്പെട്ട കാര്യമല്ല, നല്ല കാര്യമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് നമ്മൾ വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒക്കെ പറയേണ്ട കാര്യമാണ്, ഐ ലവ് യു. മാത്തമാറ്റിക്സിൻ്റെ ഭാഷയിലാണ് ഇന്നത്തെ ഈ വാക്ക്. മാത്തമാറ്റിക്സിലൊരു തിയറി ഉണ്ട്, ഈ കോൺസ്റ്റൻറ്റും ഉണ്ട്. മാത്സ് എടുത്ത് പഠിച്ചെന്നവർക്കറിയാം. വേരിയബിളും ഉണ്ട്. ചില ഇക്വേഷൻസ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ മാറത്തില്ല, സ്ഥിരമായിരിക്കും. അത് വേരിയബിൾ എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ പറയുന്നൊരു പിള്ളേർ മാത്രം ഒന്ന് കേൾക്കുക. ഐ ലവ് യു ഈസ് എ മാത്തമാറ്റിക്കൽ ഫങ്ഷൻ. ഐ ലവ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ബട്ട് യു ഈസ് എ വേരിയബിൾ. എത്ര പേർക്ക് മനസ്സിലായി? പ്രായമുള്ളവരൊന്നും മനസ്സിലാവേണ്ട, വെറുതെ എന്നാത്തിന് അവിടെ ഇരുന്നു. ഇനി ഐ ലവ് ഈസ് എ കോൺസ്റ്റൻറ്റ് ബട്ട് യു ഈസ് എ, പറ. എനിക്ക് സ്നേഹിക്കണം എന്നുള്ളത് മാറ്റമില്ലാത്ത കാര്യമാണ്, പക്ഷേ അതാരാണെന്നുള്ളത് മാറിക്കൊണ്ടിരിക്കുക. ആരാണെന്നുള്ളത് മാറിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഉതിർന്നു പോകുന്ന സ്നേഹമാണ്. ഇപ്പോൾ ഈ സമീപകാലത്ത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഈ മലയാളിയുടെ കുടുംബങ്ങളിൽ ഒരു 10-20 വർഷം മുമ്പ് വരെ കുടുംബകലഹങ്ങളുടെ കാരണങ്ങൾ നാത്തൂൻ പോര്, ഇപ്പോൾ ആ ഐറ്റം ഇല്ല അധികം. നാത്തൂൻ പോര്, സ്ത്രീധന പ്രശ്നം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിള്ളേരുടെ പ്രേമം, മക്കളുടെ പ്രേമമൊക്കെയാണ്. പക്ഷെ ഇന്ന് പുതിയ മലയാളിയുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി എന്തോന്നറിയാം? ഏറ്റവും കുടുംബകലഹങ്ങൾക്ക് കാരണം മധ്യവയസ്കരുടെ പ്രണയമാണ്. നിങ്ങളാരും വെറുതെ ഇരിക്കേണ്ട, ചെങ്ങന്നൂരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കല്യാണം കഴിച്ച 40 കഴിഞ്ഞവരുടെ പ്രണയം കുടുംബജീവിതത്തിന് പുറത്ത്. അതിൻ്റെ ഉദാഹരണം കൃത്യമായി ഞാൻ കണക്ക് വെച്ച് പറഞ്ഞുതരാം. കേരളത്തിൽ ഇന്ന് നടക്കുന്ന വിവാഹമോചനങ്ങളിൽ 67% വിവാഹമോചനങ്ങളുടെ കാരണം സ്മാർട്ട് ഫോണ്. കുടുംബജീവിതത്തിൽ പുറത്തേക്ക് പോകുന്ന പ്രേമം 40, 45, 50 ഉള്ളതിൻ്റെ, 50 കഴിഞ്ഞതിൻ്റെ ഉണ്ട്. ഇവിടെ കാണത്തില്ല. ഞാൻ വേറെ സംസ്ഥാനത്തെ കാര്യം പറയുന്നത്. ഈ കാലഘട്ടത്തിൽ മലയാളിയുടെ കുടുംബങ്ങളിൽ ഏറ്റവും വലിയ കലഹങ്ങളുടെ കാരണം ഈ പാവപ്പെട്ട കൊച്ചുങ്ങളുടെ അല്ല, അതുങ്ങൾക്കൊക്കെ പ്രായത്തിൻ്റെയാ, കുഴപ്പമില്ല. ചിരിച്ചോ? ഞാൻ പറഞ്ഞത് അതല്ല. പ്രതിസന്ധി മറ്റൊരു തലത്തിലാണ്. പെട്ടെന്ന് ഉതിർന്നു പോകുന്ന സ്നേഹബന്ധങ്ങൾ. നമ്മളറിയാലോ, വലിയ ആഘോഷത്തോടെയാണെന്ന് കല്യാണം നടക്കുക അല്ലേ? ഇപ്പം ഈ കല്യാണം കഴിഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ മുഖത്തെ വിഷമം കാണുമ്പോൾ അറിയാം കെട്ടിയവരാണെന്ന്. ഈ കല്യാണത്തിൻ്റെ ദിവസം ഒത്തിരി നിശബ്ദ ചോദ്യങ്ങളുണ്ട്. എന്തെന്നറിയാം? രണ്ടുപേരുടെ ഈ പള്ളിയിൽ ഇവിടെ 1 മണിക്കൂറിലധികം പ്രാർത്ഥനയ്ക്ക് നിന്നില്ലേ, ആരാധനയ്ക്ക്. അവിടെ ഒരു സൈലന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തെന്നറിയാം? മണവാട്ടി മണവാളനോട് ചോദിക്കുകയാണ്, ഇന്ന് 1 മണിക്കൂറിനപ്പുറം എൻ്റെ ഒപ്പം നിന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? ഇനി മുൻപോട്ടും ആകത്തില്ലേ? അതാണ് ചോദ്യം. ഇന്ന് 1 മണിക്കൂറിനപ്പുറം എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനി മുന്നോട്ടും പറ്റുമോ? ഇറ്റ്സ് എ സൈലന്റ് ക്വസ്റ്റ്യൻ.
അപ്പോൾ അതിന് ചുറ്റും കല്യാണമൊക്കെ നടക്കുമ്പോൾ ഒരു 10-15 കുടയൊക്കെ കാണും ഇവിടെ. ഒത്തിരി വെട്ടം, വെളിച്ചം ഭയങ്കരമാണ്. ആ കുടയും വെളിച്ചവും ഒക്കെ സാക്ഷി നിർത്തി മണവാളൻ മണവാട്ടിയോട് ചോദിക്കുകയാണ്, ഇന്നീ വലിയ വെളിച്ചത്തിൽ എൻ്റെ കൂടെ നിൽക്കുന്നില്ലേ? നാളെ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ട് വരുമ്പോൾ എൻ്റെ കൂടെ കാണുമോ? ഇറ്റ്സ് എ സൈലന്റ് ക്വസ്റ്റ്യൻ. ആ ചോദ്യം നമ്മൾ ഈ ബഹളത്തിനകത്ത് കേൾക്കുന്നില്ല. നല്ല മനോഹരമായ കൊയർ ഗാനങ്ങൾ പാടും, മധുര ഗീതികൾ. അവിടെ ഒരു സൈലന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. മണവാട്ടി മണവാളനോട് ചോദിക്കുകയാണ്, ഇന്നീ വിവാഹവേദിയിൽ മധുരാലാപനങ്ങളും ഹൃദ്യമായ സംഗീതവുമുണ്ട്. നാളെ നമ്മുടെ ജീവിതത്തിൽ വിലാപഗീതം പാടേണ്ടി വരുമ്പോ എൻ്റെ കൂടെ നിൽക്കുമോ? ഇറ്റ്സ് എ സൈലന്റ് ക്വസ്റ്റ്യൻ. എന്തുത്തരം കൊടുക്കുക? ആഘോഷങ്ങൾക്കിടയിൽ നാം ഈ ചോദ്യം കേൾക്കുന്നില്ല. കെട്ട് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിൽ ചെല്ലുമ്പോൾ കേക്ക് മുറിക്കുന്നില്ലേ? വിവാഹവേദിയിലെ ഏറ്റവും മനോഹരമായ വിരുന്നാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്. മണവാളൻ മണവാട്ടിയുടെ അധരങ്ങളിലേക്ക്, മണവാട്ടി മണവാളന്റെ അധരങ്ങളിലേക്കും നമ്മളൊക്കെ കൈയടിക്കും. ചോദ്യം ഇതാണ്, ഇന്ന് എൻ്റെ മധുരം സ്വീകരിക്കുന്നു, നാളെ എൻ്റെ ജീവിതത്തിലൊരു കയ്പ് വരും, സ്വീകരിക്കുമോ? കൂടെ നിൽക്കുമോ? ഇറ്റ്സ് എ സൈലന്റ് ക്വസ്റ്റ്യൻ. വീണ്ടും അവിടെ ചോദ്യമുണ്ട്. ഏറ്റവും സുന്ദരിയാണ് മണവാട്ടി, ഏറ്റവും സുന്ദരനാണ് മണവാളൻ. നമ്മൾ അറിയത്തില്ല അവൻ തന്നെയാണോ അവൾ തന്നെയാണോ ഇവൾ. രാവിലെ 5 മണിക്ക് 2 ഇഡ്ഡലിയും കഴിച്ചിട്ട് പോയതാ അല്ല അവിടെ ഒരുങ്ങാൻ, പിന്നെ പള്ളിയിലാണ് വരുന്നത് 11 മണിക്ക്. ഇന്നീ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന യാമങ്ങളിൽ എൻ്റെ കൈപിടിക്കാൻ തയ്യാറായിരുന്നില്ലേ? നാളെ ഒരു വൈരൂപ്യമുണ്ടായാൽ കൂടെ ഉണ്ടാവോ? ഒരു വരട്ട് ചൊറുക്കി തീർക്കാവുന്നതേ ഉള്ളൂ സൗന്ദര്യം. രോഗം വന്നപ്പോൾ ഉപേക്ഷിച്ചു പോകുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ ചരിത്രം എത്രയാ നമ്മൾ കേൾക്കുന്നത്. ഇന്നീ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന യാമങ്ങളിൽ കൂടെയുണ്ട്. നാളെ എൻ്റെ വൈരൂപ്യത്തിൽ കൂടെ ഉണ്ടാവുക. എന്തെല്ലാം വിഭവങ്ങളാണ് ഊണുമേശയിൽ, കല്യാണവേദിയിൽ. ഒക്കെ മണവാളന് വിളമ്പിക്കൊടുക്കാണ് അല്ലേ? ഒക്കെ മണവാട്ടി വിളമ്പിക്കൊടുക്കാണ്. അവിടെ ഒരു സൈലന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്നെൻ്റെ വിഭവങ്ങൾ കൂടെ ഇരിക്കുന്നല്ലോ, സ്വീകരിക്കുന്നുണ്ടല്ലോ. നാളെ നമ്മുടെ ജീവിതത്തിലെ അഭാവങ്ങളിൽ, വിഭവത്തിൻ്റെ ഓപ്പോസിറ്റാണ് അഭാവം. നാളെ നമ്മുടെ ജീവിതത്തിൽ കുറവ് വരും. ഇന്നീ വിഭവങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിച്ചില്ലേ, നാളെ എൻ്റെ അഭാവങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുമോ? നമ്മുടെ കല്യാണങ്ങളുടെ ആഘോഷ പൊലിമയ്ക്കിടയ്ക്ക് ഈ നിശബ്ദ ചോദ്യങ്ങളെ നാം കണ്ടുമുട്ടുന്നില്ല. അപ്പോൾ അടുത്ത കാലത്ത് ഒരു കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം പ്രണയിച്ചിട്ട് കെട്ടിയ ഒരു പെണ്ണും ചെക്കനും, ചെക്കൻ 3ൻ്റെ അന്ന് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാൻ ഓടിപ്പോന്ന് കണ്ടപ്പോൾ അവന് അടുത്ത ആഴ്ച സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയായി അവൻ പറഞ്ഞത്, ഇത് രജിസ്റ്റർ ചെയ്തെങ്കിലേ, ഞാൻ തമാശയല്ല പറയുക, ഇവിടെ നിന്ന് ഡിവോഴ്സിന് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 വർഷം ഒടുക്കത്തെ പ്രേമായിരുന്നു. ചിലരൊക്കെ എത്ര സന്തോഷത്തോടെ പറയുന്നത്, ഡിവോഴ്സ് കിട്ടി, അവാർഡ് കിട്ടിയതോ പോലെ പറയാം. കാരണം കുറേ നാളുകൊണ്ട് പറയുന്ന അലയുമായിരുന്നു, ഡിവോഴ്സ് കിട്ടി എനിക്ക്, അഭിമാനം. പെട്ടെന്ന് ഉതിർന്നു പോകുന്ന സ്നേഹാനുഭവങ്ങൾക്കിടയിൽ ഏലി പുരോഹിതന്റെ പരാജയം എത്ര പെരുമയോടും പേരോടും തുടങ്ങി. വാട്ട് എ ഗ്ലോറിയസ് ബിഗിനിങ്, വാട്ട് എ ട്രാജിക് ഫിനിഷിംഗ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങൾക്കും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവർ, ജീവിതത്തിൻ്റെ 1-ാം പകുതിയിലെ സൗന്ദര്യമാണോ 2-ാം പകുതിയിലെ ഐശ്വര്യമാണോ ഓർമ്മിക്കപ്പെടുക? ആട്ടുകല്ല് പോലെ ഇരിക്കാതെ പറയൂ. ജീവിതത്തിലെ 1-ാം പകുതിയുടെ സൗന്ദര്യമാണോ 2-ാം പകുതിയിലെ ഐശ്വര്യമാണോ ഓർമ്മിക്കപ്പെടുക? ഐശ്വര്യമാണ്. പക്ഷെ നമ്മൾ കൂടുതൽ കഷ്ടപ്പെടുന്നത് എന്നതിന് വേണ്ടിയിട്ടാ. ഇപ്പോൾ ഒരു 75 വയസ്സുള്ളൊരു അമ്മച്ചി മരിച്ചു. നമ്മളാ വീട്ടിൽ പോയി ബോഡി കണ്ടു, നല്ല രസമായിട്ട് കിടക്കണം അമ്മച്ചി. നമ്മൾ പറയോ, എന്നാ സുന്ദരിയാ, എന്നാ ഐശ്വര്യ അമ്മച്ചി. ഏതാ പറയുന്നേ? ഇവിടെ ആരും മരിക്കത്തുമില്ലേ? ഐശ്വര്യം. അതെ, ഈ കുഞ്ഞുങ്ങളൊക്കെ കേൾക്കണം. ജീവിതത്തിൻ്റെ സൗന്ദര്യമല്ല, ഐശ്വര്യമാണ് ഓർക്കപ്പെടുക. എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാ. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഭാഗ്യവാനെന്നോ ഭാഗ്യവതിയെന്നോ വിളിക്കാനുള്ള അവകാശം ആർക്കാണെന്നറിയാം? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കണ്ടുമുട്ടുന്ന 10,000 പേരിലല്ല, നമ്മുടെ മരണത്തിന് സാക്ഷിയാകുന്ന 2-3 പേർക്കാ നമ്മൾ ഭാഗ്യവാനാണോ ഭാഗ്യവതിയാണോ. സംശയമുണ്ടോ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കണ്ടുമുട്ടുന്ന 10,000 പേരല്ല, നമ്മുടെ മരണത്തിന് സാക്ഷിയാകുന്ന 2-3 പേർക്കാണ്. പണ്ട് വോൾട്ടയർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. ക്രിസ്തുവിനെതിരെ സംസാരിച്ച ദൈവമില്ലാത്ത മനുഷ്യൻ. അദ്ദേഹം വലിയ പ്രശസ്തനൊക്കെയായി. പക്ഷെ മരണക്കിടക്കയിൽ വല്ലാതെ അനുഭവിച്ചു. അടുത്ത ഒരു സിസ്റ്റർ, ഒരു നേഴ്സ് പരിചരിക്കാനുണ്ടായിരുന്നു. നിലവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ആ നേഴ്സ് പറഞ്ഞു, ഇനി ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞാലും ദൈവമില്ലാത്ത ഒരുത്തൻ്റെ മരണക്കിടക്കയിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ എന്നെ വിളിച്ചേക്കരെന്നാണ്, ശുശ്രൂഷിക്കാൻ. വോൾട്ടയറെ പരിചരിച്ച സിസ്റ്റർ പറഞ്ഞതാണ്, ലോകം മുഴുവൻ തന്നാലും ദൈവമില്ലാത്ത ഒരുത്തൻ്റെ മരണക്കിടക്കയിൽ, അതെ, മരണസമയത്തെ സാക്ഷ്യം. അതൊരു ചോദ്യമാണ് അല്ലേ? നമ്മൾ പറയുമല്ലോ, നമ്മളിപ്പോൾ ഒരു അപ്പച്ചനോ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ മരണപ്പെടുന്ന സമയത്ത് നമ്മൾ അടുത്തുണ്ടാകാൻ ആഗ്രഹിക്കും. ചിലപ്പോൾ ഉണ്ടാകാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മൾ ചിലപ്പോൾ അവസാനമായിട്ട്, ചിലപ്പോൾ അവർ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ അവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, പ്രിയപ്പെട്ടവരോട്, അവസാനമായിട്ട് അപ്പച്ചൻ എന്നാ പറഞ്ഞേ, അവസാനം അമ്മച്ചി എന്നാ പറഞ്ഞേ, അല്ലേ? അവിടെയാണ് കർത്താവ് 33-ാമത്തെ വയസ്സിൽ എതലസ്തായി, നിവൃത്തിയായി. ഇതുപോലെ മനോഹരമായൊരു പദമുണ്ടോ? എല്ലാത്തിനോടും പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരാൾ. നമ്മളിങ്ങനെ 99-ാമത്തെ വയസ്സിൽ വെള്ളം ഇറങ്ങാതെ മരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കർത്താവ് 33-ാമത്തെ വയസ്സിൽ മരിച്ചു. കർത്താവ് 95-ാമത്തെ വയസ്സിൽ വെന്റിലേറ്ററിൽ കിടന്ന് 6 ദിവസം ഊർജ്ജശ്വാസം വലിച്ച മരിച്ചെങ്കിൽ എന്നെ കഷ്ടമായിരുന്നേനെ. അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ വെറുതെ ഇരിക്കാതെ പറഞ്ഞു ആലോചിച്ച് നോക്കിക്കേ. കർത്താവ് 33-ാമത്തെ വയസ്സിൽ കുരിശി മരിക്കാതെ വെന്റിലേറ്ററിൽ കിടന്ന് 6 ദിവസം കഷ്ടപ്പെട്ട മരിച്ചെങ്കിൽ, ബോധമില്ലാതെ കിടന്ന കർത്താവ് മരിച്ചെങ്കിൽ എന്നെ ബോറായിരുന്നേനെ, അല്ലേ? എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാ, എങ്ങനെ പൂർത്തീകരിക്കുന്നു എന്നുള്ളതാ. അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു. 16 രാജ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം പേരിട്ടു, അലക്സാണ്ട്രിയ. തന്നെ ദൈവമായി കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പലരും അത് സാധിച്ചിട്ടില്ല. 32-ാമത്തെ വയസ്സിൽ കടന്നുപോയി. 32-ൽ ഒരു മലമ്പനി. അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാ: എല്ലാം വെറുതെ ആയിരുന്നു, എല്ലാം വെറുതെ ആയിരുന്നു, എല്ലാം വെറുതെ ആയിരുന്നു. അപ്പൊ നമ്മളെ ഭാഗ്യവാനെന്നോ ഭാഗ്യവതിയോ എന്ന് വിളിക്കാനുള്ള അവകാശം ആർക്കാണ്? എങ്ങനെ അവസാനിപ്പിക്കുന്നു, എങ്ങനെ പൂർത്തീകരിക്കാൻ? അതുകൊണ്ട് ഓരോ കുർബാനയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ. അതെ, ഏലി പുരോഹിതൻ, വാട്ട് എ ട്രാജിക് ഫിനിഷിംഗ്. എന്ത് അവസാനം ഇത്, ദുരന്തം. രണ്ടാമത് നമ്മുടെ ജീവിതത്തോടായി കണ്ണാടി. ദൈവമേ, എങ്ങനെ ഞാൻ മുന്നോട്ട് പൂർത്തീകരിക്കും? നമ്മുടെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഇവിടെയൊക്കെ പ്രായമാവും തോറും മൂശേട്ട കുറഞ്ഞു വരുവാണോ കൂടി വരുവാണോ? പറയൂ. ഇവിടെയൊക്കെ പ്രായമാവും തോറും മൂശേട്ട കൂടി വരുവാണോ കുറവ് വരുവാണോ? എൻ്റെ മരുമക്കൾ കോറസായിട്ട് പറഞ്ഞു കൂടി വരുവാണോ. സത്യമല്ലേ? അപ്പോൾ നമ്മൾ കുറച്ചൊരു 65-70 കഴിഞ്ഞവരെന്നെ കേൾക്കണേ. നമ്മുടെ പിള്ളേർ വീട്ടിൽ വെള്ളം തട്ടിക്കമഴ്ത്തുകയോ ഭിത്തിയിൽ കുത്തിവരയ്ക്കുകയോ പേപ്പർ നുള്ളി കീറുകയോ അവർ തലയും കുത്തി നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ 3-ാം ലോക മഹായുദ്ധത്തിൽ റോക്കറ്റ് വിടാൻ നിൽക്കാതെ നമ്മൾ ആ ഫിലിപ്പ് ലേഖനമൊക്കെ വായിച്ചുകൊണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ആ വചനമൊക്കെ വായിച്ച് സോഫായിലൊന്ന് കൂളായിട്ടിരിക്കുക. എന്നാത്തിനും ഇത്രയും ബലം പിടിച്ച് 70 കഴിഞ്ഞവരധികം ഇല്ല, എങ്കിലും കേൾക്കണം. ഇവിടെ നമ്മളിങ്ങനെ കുറെ കൂടെ അസ്വസ്ഥരാവുക. ജീവിതത്തിലൊരു ശാന്തത അനുഭവിച്ച് സ്വസ്ഥമായിട്ട് കടന്നു പോകാൻ പറ്റുമോ? കുറച്ചുകൂടെ സ്വസ്ഥമായിട്ട് കുറെ വിട്ടുകളാ. പിള്ളേരുടെ സ്വഭാവം അതല്ലേ, അതൊക്കെ എൻ്റെ വഴിക്ക് നടന്നോളും. എല്ലാത്തിനും കയറി അപ്പച്ചൻ എന്നും പറഞ്ഞ് മൂല ഇരുത്തിക്കളയരുത്. അതാണ് അടുത്ത വിഷയം. ഏലി പുരോഹിതന്റെ 2-ാമത്തെ പരാജയം. ഒന്ന് അഴകോടെ ആരംഭിക്കുകയും അഴുക്കോടെ
രണ്ടാമത്തെ പ്രത്യേകത, നിസ്സഹായതയുടെ നീറുന്ന വാർദ്ധക്യത്തിൽ എരിഞ്ഞൊടുങ്ങി എന്നുള്ളതാണ്. ഭയങ്കരമായ ഒരു പ്രസക്തി അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നിസ്സഹായതയുടെ നീറുന്ന വാർദ്ധക്യത്തിൽ എരിഞ്ഞൊടുങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞു, എലി വളരെ കേമനായ മനുഷ്യനാണ്. എന്തൊരു പബ്ലിക് അഡ്രസ്സുള്ള മനുഷ്യനാണെന്നറിയാം. 2 ആൺപിള്ളേരുണ്ട്, ഹൊഫ്നിയും. ഇവിടെ ആർക്കെങ്കിലും അങ്ങനെ പേരുണ്ടോ? നല്ല പഞ്ചുള്ള പേരാ. ചിലപ്പോൾ ഞങ്ങൾ ഈ അച്ഛന്മാർക്കൊക്കെ ചിലപ്പോൾ അച്ഛാ മോള് പ്രസവിച്ചു, നല്ല കാര്യം. ആൻറ്റി എന്നാ കുഞ്ഞാ? ഇന്ന കുഞ്ഞാ. അച്ഛനോട് 3-4 നല്ല പേര് പറയണേ. അച്ഛൻ പലയിടത്തൊക്കെ പോണേയല്ലേ, 3-4 നല്ല പേര് പറ. നമ്മൾ ചില നല്ല പേരൊക്കെ പറയാറുണ്ട്, മെസ്സേജൊക്കെ കൊടുക്കും. പിന്നെ അച്ഛൻ ഒരു ഗുമ്മില്ല, ഈ പേരിനൊന്നും ഒരു ഗുമ്മില്ല. ബൈബിളിൽ വേറെ നല്ല പേരുണ്ടോ? ഇഷ്ടപ്പെടുകയല്ലോ ഇപ്പോൾ ഇതൊന്നും. പക്ഷെ നല്ല പഞ്ചും ഗുമ്മും ഉള്ള പേരായത് ഹൊഫ്നി. ഫിനഹാസ്, അടിപൊളി. നമ്മൾ ഇടുവോ? പിള്ളേർക്ക് ഇവിടെ ഇട്ടിട്ടുണ്ടോ? എന്നാ ഇടാഞ്ഞേ? നല്ല പഞ്ചല്ലേ. പിഴച്ച മക്കൾ. മലയാളം വേദപുസ്തകത്തിൽ അവരെക്കുറിച്ച് പറയുന്നത്, ഏലിയുടെ മക്കൾ യഹോവയെ ഓർക്കാത്തവരും നീചന്മാരും. ഇംഗ്ലീഷ് ബൈബിൾ കുറച്ചുകൂടെ കടുപ്പിച്ചാ എഴുതി തർജ്ജിമ. ദ സൺസ് ഓഫ് ഏലി വെയർ സ്കൗണ്ട്രൽസ്. അതിന്റെ മലയാളം എന്നാന്നറിയാം? താന്തോന്നി, തെമ്മാടി. ദ സൺസ് ഓഫ് ഏലി വെയർ സ്കൗണ്ട്രൽസ്. 2 ആൺപിള്ളേരേ ഉള്ളൂ. നാട്ടിലൊക്കെ പേരുകെട്ട അച്ഛനാണ്. പൗരോഹിത്യത്തിന്റെ 40 വർഷം, 98 വയസ്സുള്ള മനുഷ്യൻ. ആ മക്കളുടെ പാപത്തിന്റെ ലിസ്റ്റ് ബൈബിൾ പറയുന്നുണ്ട്. 1, ശീലോവിലെ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ബാല്യക്കാരത്തികളുമായി ദുർമാർഗ ജീവിതം നയിച്ചു. അശുദ്ധ ജീവിതം വിശുദ്ധമായ സ്ഥലത്ത് നടത്തി. 2, യഹോവയുടെ വഴിപാടിനെ നിന്ദിച്ചു. യാഗം തിളച്ചു വെന്തുകൊണ്ടിരിക്കുമ്പോൾ, ആ ഭാഗം വായിക്കുമ്പോൾ അറിയാം, മുപ്പല്ലി കൊണ്ട് വെന്തു വരണതിന് മുമ്പേ കുത്തി അവർ കൊണ്ടു അവർക്കുള്ള പങ്ക്. ആര് തടഞ്ഞാലും നീ ആരടാ ചോദിക്കാൻ. ഞങ്ങള് ഇവിടുത്തെ ഏലി പുരോഹിതന്റെ മക്കളാ. വഴിപാടിനെ നിന്ദിച്ചു എന്നുള്ളതാണ്. അനുസരണം കെട്ട തലമുറ. ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപത്തിൽ കൂടെ ആര് കടന്നുപോയി? ഏലി. നോക്കിക്കേ, ആ മക്കളുടെ പാപം 80-90 കഴിഞ്ഞ ആ വൃദ്ധനെ വേട്ടയാടുക. എന്ത് ഭാരപ്പെടുന്നുണ്ട് ആ മനുഷ്യൻ. അപ്പന്റെ ശ്രേഷ്ഠമായ ഐഡന്റിറ്റിയുടെ ബലത്തിൽ അഹങ്കരിക്കുന്ന തലമുറ ഈ ഭാഗത്തില്ലേ? കാരണവന്മാരുണ്ടാക്കിയിട്ടതും അവരുടെ അധ്വാനവും കഷ്ടപ്പാടറിയാതെ വളരുന്നൊരു തലമുറ നശിപ്പിച്ചു കളയുന്നതും അഹങ്കരിക്കുന്നതും എൻ്റെ ശ്രോതാക്കളുടെ പരിസരങ്ങളിലില്ലേ? ഇല്ലെന്ന് നിങ്ങൾ പറയരുത്. എത്രയോ വീടുകളിൽ കരയുന്ന മാതാപിതാക്കളുണ്ട്. ഇന്നത്തെ കാലത്ത് മക്കളില്ലാത്ത ഭാരത്തേക്കാൾ കൂടുതലാണ് മക്കളെ കൊണ്ടുള്ള ഭാരം. ശരിയല്ലേ? കുഞ്ഞുങ്ങളില്ലാത്ത വിഷമത്തേക്കാൾ ഈ തലമുറയിൽ കൂടുതലാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള ഭാരം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ മക്കളാൽ ദുരിതമനുഭവിക്കപ്പെടുന്നുണ്ടോ? മക്കളാൽ സങ്കടപ്പെടുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിസ്സഹായരാകുന്ന മാതാപിതാക്കൾ കാലഘട്ടത്തിൻ്റെ മുഖചിത്രമാണ്. ഉപദ്രവമേൽക്കുന്നവരുണ്ട്, പുറത്ത് പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അവിചാരിതമായി കണ്ടതാണ്. അവിടുത്തെ അപ്പച്ചനെ മക്കൾ 2 പുറത്താണ്. ഒരു സെർവൻ്റേ ഉള്ളൊരു സ്ത്രീ അപ്പച്ചൻ ബാത്റൂമിൽ ഒരു സ്റ്റൂളിൽ ഇരുത്തിയിരിക്കുന്നു. ആ സ്ത്രീ ഒരു ഓസ് വെച്ചിങ്ങനെ ആ ബാത്റൂമിൻ്റെ വാതിക്കൽ നിന്നിങ്ങനെ കുളിപ്പിക്കുകയാണ്. അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല, നല്ല കാര്യമാണ്. പക്ഷെ അത് കണ്ടപ്പോൾ എൻ്റെ കുസൃതിയുള്ള മനസ്സിൽ, നമ്മൾ പണ്ട് ഈ കാളന്മാരെയും പോത്തിനെയൊക്കെ കുളിപ്പിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ. ഒരു ഓസ് വെച്ചിങ്ങനെ ദൂരെ പിടിച്ചിങ്ങനെ അടിക്കണം. എന്നോട് വിരോധം തോന്നരുത്, എന്നോട് ഞാൻ പരുക്കനാണെന്ന് പറയുകയും ചെയ്യരുത്. ഒരുപാട് വീടുകളിൽ
ദുഃഖത്തിൻ്റെ അനുഭവങ്ങളിൽ ഏകാന്തത. ഇന്നൊരു പക്ഷേ മലയാളിയുടെ പരിസരങ്ങളിൽ ഏറ്റവും വലിയ അനുഭവിക്കുന്ന ദുഃഖം ക്യാൻസറോ ഹൃദ്രോഗമോ ഒന്നുമല്ല, വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടലാണ്. വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടലാണ്. പ്രായമുള്ളവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്, യൗവനക്കാരെന്നെ കേൾക്കുന്നുണ്ട്. ആ നീറ്റൽ എത്രയോ വീടുകളിൽ നിന്ന് നെടുവീർപ്പായിട്ട് ഉയരുന്നുണ്ട്. ശരിയല്ലേ? പലരും പുറത്തേക്കൊന്നും പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അകത്തേക്ക് കരയുന്ന വൃദ്ധ മാതാപിതാക്കളുടെ എണ്ണം കൂടി വരിക. നിങ്ങൾ ആലോചിച്ച് നോക്കി, യാക്കോബ് പ്രതാപിയായ മനുഷ്യനാണ് പഴയ നിയമത്തിൽ. ഇഷ്ടം പോലെ പൊന്നും പണ്ടവും സ്വത്തും മക്കളും. പക്ഷേ ഉൽപ്പത്തി 37, 35, 42 ഒക്കെ പറയുന്നത് ഇങ്ങനെയാണ്. യാക്കോബ് പറയുക, ജോസഫിനെയൊക്കെ കൊണ്ട് പൊട്ടക്കിണറ്റിലിട്ടില്ല. അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ വരുമ്പോൾ കരഞ്ഞു തളർന്നിട്ട് ഈ വൃദ്ധൻ പറയുക, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുമാറാക്കും. അത്രയേ ഉള്ളൂ. ഈ വചനം നമ്മുടെ എത്രയോ വീടിൻ്റെ ഗ്രാനൈറ്റ് പാളികളിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുമാറാക്കും. ഉൽപ്പത്തി 27 ഒരു കട്ടിൽ കിടപ്പുണ്ട് കേട്ടോ, ഒരു പഴയ കട്ടിൽ. ആ കട്ടിലിൽ ഒരു വൃദ്ധൻ കിടപ്പുണ്ട്. ഇസഹാക്ക് എന്നാണ് പേര്. കണ്ണു കാണാൻ മേലാണ്ട് കിടക്കുകയാണ്. യാക്കോബ് എന്ന് പറയുന്ന മകൻ വന്നിട്ട് അപ്പനെ കളിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പൻ്റെ ബലഹീനതയെ, വാർദ്ധക്യത്തിൻ്റെ ബലഹീനതയെ, അന്ധതയെ ചൂഷണം ചെയ്യുക. ആ കട്ടില് നമ്മുടെ പല വീട്ടിലും കിടപ്പില്ലേ? ഇസഹാക്കിന്റെ കട്ടില് കുറിച്ചുമുട്ടത്തെ വീടുകളിലില്ലേ? ഉണ്ട്. ഏകാന്തതയുടെ ബലികുടീരങ്ങളിൽ ഉരുകുന്ന ജീവിതങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രായമുള്ളവരെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നെ കേൾക്കുന്ന യൗവനക്കാരെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് വൃദ്ധരുടെ സങ്കടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അത് മുന്നോട്ട് പോകുന്നത് അവരാ സങ്കടത്തെ ജയിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ്, അല്ലേ? സക്കറിയാവ്, ഏലിശുബ, ഷീമോൻ, ഹന്ന, ഇവരൊക്കെ പ്രായമുള്ളവരാ. 84 വർഷമായിട്ട് പള്ളിയിൽ അനങ്ങാണ്ട് നടുവിളഞ്ഞു കിടക്കേണ്ട ഒരു സാധനമാണ് ഹന്ന. എല്ലാവരും പ്രായമുള്ളവരാ. സക്കറിയാവ്, ഏലിശുബ, ഷീമോൻ, ഹന്ന. അവരുടെ സങ്കടത്തെ ഗൗരവമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറയാൻ ലൂക്കോസ് എഴുതി തുടങ്ങിയപ്പോൾ എഴുതിയത്. എന്നിട്ടോ അവരുടെ സങ്കടം മാറിയുടെ കഥ പറഞ്ഞിട്ടാണ് ക്രിസ്മസ് പറയുക, ക്രിസ്തുവിനെ കുറിച്ച് പറയുക, ഉയർപ്പ് പറയുക. ഇതെന്താ എൻ്റെ സ്നേഹമുള്ളവരെ നമുക്ക് തരുന്ന മെസ്സേജ്? വാർദ്ധക്യത്തിലുള്ളവർ ഏത് വീട്ടിൽ സങ്കടപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിലും അവരുടെ സങ്കടം മാറാതെ ഒരു വീട്ടിലും ഒരു ക്രിസ്മസും ഇല്ല, ഒരു കർത്താവും ഇല്ല, ഒരു ഈസ്റ്ററും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പ്രായമുള്ളവരുടെ സങ്കടം തീരുന്ന കാര്യം പറഞ്ഞിട്ടാണ് യേശു ജനിച്ച കാര്യം പറയുന്നത്. നമ്മളൊക്കെ എത്ര വലിയ ആത്മീയ ഗീതം പാടിയാലും, എത്ര വലിയ പാട്ട് പാടിയാലും, എത്ര ലുത്തിനിയ ചൊല്ലിയാലും, എത്ര പ്രസംഗിച്ചാലും നമ്മുടെ തലമുറയോട് പ്രായമുള്ളവരുടെ സങ്കടം, നെടുവീർപ്പ് ഏതെങ്കിലും വീട്ടിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ പാട്ടെല്ലാം പാഴാണെന്നാണ് ലൂക്കോസ് എവങ്കലിസ്തൻ ഓർമ്മിപ്പിക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? വെട്ടിപ്പിടിച്ചും കെട്ടിപ്പടുത്തും തട്ടിപ്പറിച്ചും അതിരുമാന്തിയും വളച്ചുകെട്ടിയും ആഞ്ഞിലിയുടെ വേരിന് അടികൂടിയും റബ്ബറിന്റെ ഇലയ്ക്ക് ഗുസ്തി പിടിച്ചും ഉടപ്പറന്നവരോട് മിണ്ടാതെയും ഒക്കെ നമ്മൾ വെച്ച് കെട്ടണ സാധനങ്ങളുണ്ടല്ലോ. അപ്പന് വെള്ളം കൊടുക്കാത്തതിൻ്റെ കണ്ണീരിൻ്റെ കഥയുണ്ടെങ്കിൽ, ഭാഗം വെച്ച ചരിത്രത്തിൽ അമ്മയെ നോക്കാത്തതിൻ്റെ കഥയുണ്ടെങ്കിൽ ഐശ്വര്യപ്പെടുകയല്ല. ഏതെങ്കിലും വീട്ടിലെ കണ്ണീര് കടപ്പുണ്ടോ? ആലോചിച്ച് നോക്ക്. കുഞ്ഞു പ്രായത്തിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അവർ പറയും, 2-3 മക്കളുള്ള വീട്ടില്, മമ്മി എൻ്റെ മമ്മിയാ, അല്ലേ, എൻ്റെ പപ്പായ. മൂത്ത കുട്ടി വന്ന് ഈ കുട്ടിക്ക് ഉമ്മ കൊടുത്ത ഇളയ കുട്ടി വന്ന് അമ്മയുടെ കവളിൽ നിന്ന് അത് മായ്ച്ചു കളയും. എൻ്റെ മമ്മിയാ, എൻ്റെ മമ്മിയാ, നിന്റെ അല്ല, അല്ലേ? കുഞ്ഞുങ്ങൾ അങ്ങനെ പറയും. ഈ പിള്ളേർ വലുതായി കഴിയുമ്പോൾ, അപ്പനും അമ്മയും കിടന്നു കഴിയുമ്പോൾ, എൻ്റെ മാത്രം അമ്മയല്ല, അവൻ്റെയും കൂടെ അമ്മയാ. 2 ദിവസം അവനും നോക്കാമല്ലോ. എൻ്റെ മാത്രം അപ്പനാണോ? അവക്കുള്ള കൂടെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, നിങ്ങൾ നല്ല മനുഷ്യരാ. അവക്കുള്ള കൂടെ അപ്പനാ. അവക്കെന്താ 2 ദിവസത്തേക്ക് പറ കൊണ്ടുപോയാൽ? പ്രിയപ്പെട്ടവരെ, ഈ കഥകളൊക്കെ ആവർത്തിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ വചനത്തിന് ഒത്തിരി പ്രസക്തിയുണ്ട്.
നിസ്സഹായതയുടെ നീറുന്ന വാർദ്ധക്യത്തിൽ എരിഞ്ഞു തീരുക ജീവിതം. പ്രായമുള്ളവരുടെ കണ്ണുനീര് നമുക്കറിയാമല്ലോ. ഈ കണ്ണുനീരിൻ്റെ ഒരു പ്രശ്നമുണ്ട്. വീട്ടിൽ വേറെ ഏത് വെള്ളം തറയിൽ കട്ടി കമത്തിയാലും കുഴപ്പമില്ല, കണ്ണുനീര് തറയിൽ വീണാൽ. നിങ്ങൾ തന്നെ ചെങ്ങന്നൂര് ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം മേടിക്കുന്നതിന് മുമ്പ് ഒരു 10-25 വർഷം മുമ്പ് പലചരക്കടയിൽ പോയി പലചരക്ക് മേടിക്കത്തില്ലായിരുന്നു. പക്ഷെ ആ പലചരക്കടയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കടയ്ക്കകത്ത് എല്ലാ സാധനവും ഇരിപ്പുണ്ട്. പക്ഷേ ഒരു ഷെഡ് കടയുടെ പുറകെ കാണും. എന്നാ അന്ന് ഓൺലൈനിൽ മേടിക്കുന്നവരാന്ന് തോന്നുന്നല്ലോ. കടയുടെ പുറകിൽ ഒരു കൊച്ചു ഓല ഷെഡ് കാണും. അവിടെ എന്നാ ഉപ്പ് ഈ പഴമക്കാർ പോലും ഇത് ഓർക്കുന്നില്ലെന്ന് പറഞ്ഞ് ഉപ്പയാക്കും അവിടെ ഇരിക്കുന്നത്. അരിയും പിണ്ണാക്കും അകത്തുനിന്ന് തരും. ഉപ്പ് നമ്മളാ സഞ്ചിക്കകത്ത് അളന്ന്. എന്നത്തിനായി പുറേ ഷെഡ് ഉണ്ടാക്കി? ഒരു ചേഞ്ചിന് വേണ്ടി ആണോ? അല്ല. ഈ ഉപ്പയാക്ക അത്രല്ല, അടിത്തറ ഇളവും. അടിത്തറ ഇളകും. കണ്ണുനീര് ഉപ്പ. നിങ്ങളതിൻ്റെ കെമിക്കൽ ഇക്വേഷൻസ് എന്താ വേണമെങ്കിലും പറയാം, സോഡിയെന്നോ എന്നാ വേണമെങ്കിലും പറയാം. പക്ഷേ ചില കണ്ണുനീര്, ആ കണ്ണുനീരിൽ ഉപ്പ് വീണാൽ കുടുംബത്തിൻ്റെ അടിത്തറ ഇളകും. പ്രായമുള്ളവരുടെ കണ്ണീര്. എൻ്റെ സ്നേഹമുള്ളവർ, ഏതെങ്കിലും വീട് ഈ രാത്രി ഏതെങ്കിലും യൗവനക്കാർക്ക്, കുടുംബസ്ഥർക്ക് മനമാറ്റത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ദൈവം തരട്ടെ. സ്നേഹമുള്ളവരെ, വാർദ്ധക്യത്തിന് നമ്മുടെ ONV കുറുപ്പ് മാഷ് വലിയ മനുഷ്യനായിരുന്നു. അവസാനമൊക്കെ ഈ അദ്ദേഹം ഏകനായിരിക്കുന്ന സമയമുണ്ട്, എങ്ങും പോകാനൊക്കാതെ. അവസാനം അദ്ദേഹം എഴുതിയ ഒരു കവിതയുണ്ട്, അവസാനം എഴുതിയ കവിത. പഴയ ഭൂമിക്കൊരു ചരമഗീതമൊക്കെ വിശ്വപ്രസിദ്ധമാണ്. ONV അവസാനം എഴുതിയ കവിതയിൽ അദ്ദേഹം എഴുതുന്നുണ്ട്: ഒടുവിലി ഏകാന്തത പുതപ്പിച്ച പൊന്നാടയും പുതച്ചു ഞാൻ ഇരിക്കയാണ്, എവിടെ പോകാൻ? ആയ കാലത്ത് ഇഷ്ടം പോലെ പൊന്നാടയും മൊമൻറ്റവും കിട്ടിയിട്ടുള്ള ആളാണ് ആര്? ONV മാഷ്. ഇപ്പൊ അദ്ദേഹം എഴുതുകയാണ്, പ്രായമായി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഒടുവിലി ഏകാന്തത പുതപ്പിച്ച പൊന്നാടയും പുതച്ചു ഞാൻ ഇരിക്കയാണ്, എവിടെ പോകാൻ? എന്നിട്ട് അദ്ദേഹം എഴുതുന്നുണ്ട്: ഒറ്റയ്ക്കൊടുവിലൊരു ദിനം ജീർണത മുറ്റുമീ വീടിൻ്റെ ഉമ്മറത്തിണ്ണയിൽ, തോൽക്കുന്ന യുദ്ധങ്ങളിൽ നിന്നും ആത്മാവിലേൽക്കും ക്ഷതങ്ങൾ തലോടിയിരിപ്പു ഞാൻ. തോൽക്കുന്ന യുദ്ധങ്ങൾ പ്രായമുള്ളവരുടെ വിധിയാണ്. പലതും നമ്മൾ തോറ്റ് സഹിച്ച് മുന്നോട്ട് പോവും. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കണം, ജീവിതത്തിലെ എല്ലാ കൊട്ടിഘോഷങ്ങളും അവസാനിക്കുന്നൊരു സായാഹ്നമുണ്ട്. ജീവിതത്തിലെ എല്ലാ കൊട്ടിഘോഷങ്ങളും അവസാനിക്കുന്നൊരു സായാഹ്നമുണ്ട്. കാലം നമ്മിൽ നിന്ന് പലതും കവർന്നെടുക്കുന്ന ഒരു അന്തിനേരമുണ്ട്. മറക്കരുത് കേട്ടാ, യൗവനക്കാരെ മറക്കരുത്. ചോദിക്കാതെ കിട്ടുന്നൊരു കാലമുണ്ട്, ചോദിച്ചിട്ട് കിട്ടാത്തൊരു കാലമുണ്ട്. എന്താ ചോദിക്കാതെ കിട്ടുന്ന കാലം? ആരോഗ്യം, സൗന്ദര്യം, യൗവനം, ബലം, ഒത്തിരി നന്മകൾ. ഒരു 10, 30, 40 വയസ്സിലൊക്കെ ചോദിച്ചിട്ട് കിട്ടിയാണോ? അല്ല, ദൈവം ദാനമായി തന്നതാ. ഇപ്പോൾ ഒരു 70 ആയിക്കഴിഞ്ഞാൽ ചോദിച്ചിട്ടും കിട്ടുകയല്ല. ഡിസ്ക് 3 ഇളവി കിടക്കുക. എത്ര പ്രാർത്ഥിച്ചാലും അത് കുറേയൊക്കെ അങ്ങനെ കിടക്കുള്ളൂ. ഇനിയിപ്പോൾ എവിടെ പോകാനാ? 2 മുട്ടും ഏതെങ്കിലുമൊക്കെ തേയാത്ത ആരും ഇവിടെ ഇരിപ്പിയല്ല. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല. കുറേയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. ചോദിച്ചിട്ടും കിട്ടാത്തൊരു കാലമുണ്ട്, ചോദിക്കാതെ കിട്ടുന്നൊരു കാലമുണ്ട്, ചോദിച്ചിട്ടും കിട്ടാത്തൊരു കാലമുണ്ട്. അപ്പൊ ചോദിക്കാതെ കിട്ടിയ ചെറുപ്പക്കാര്, ചോദിച്ചിട്ടും കിട്ടാത്തൊരു തലമുറ വീട്ടിലുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ഞാൻ ആ 2ാമത്തെ ചിന്ത നിങ്ങളുടെ മനസ്സിലിട്ടിട്ട് മുന്നോട്ട് പോവുകയാണ്. ദൈവമേ, ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വാർദ്ധക്യത്തിലുള്ളവർ കഷ്ടപ്പെടുന്ന ഒരു തലമുറ. എലി പുരോഹിതൻ്റെ സങ്കടം നിങ്ങൾ കണ്ടു. 98ാമത്തെ വയസ്സിൽ നാട് മുഴുവൻ അറിയുന്ന ആള് താടിക്ക് കൈയൊക്കെ കൊടുത്ത് ഉമ്മറപ്പടിയിൽ ഏകനായിരിക്കുന്നു. അല്ലാതെ എന്നാ ചെയ്യാനാ? പല വീട്ടിലും ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അതാ ഉമ്മറപ്പടിയുടെ സ്ഥാനം മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അനാഥൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആരുമില്ലാത്തവർ. ഇവിടെ അനാഥരുണ്ടോ? ഈ പള്ളിയിൽ അനാഥരുണ്ടോ? ഇല്ല. നല്ല കാര്യം, ശരിയാണ്. ഞാൻ പക്ഷേ പറയട്ടെ, അനാഥരെന്ന് പറഞ്ഞാൽ നിരുപാധികമായ സ്നേഹമില്ലാത്ത വീട്ടിൽ നമ്മൾ അനാഥരാ. അപ്പനും അമ്മയും മരിച്ചു പോകണമെന്നില്ല, രക്തബന്ധങ്ങൾ ഇല്ലാണ്ടായി പോകണമെന്നില്ല.
നിരുപാധികമായ സ്നേഹമില്ലാത്ത വീട്ടിൽ അങ്ങനെ എത്രയോ ഭാര്യമാരുണ്ട്, എത്രയോ ഭർത്താക്കന്മാരുണ്ട്, എത്രയോ മാതാപിതാക്കളുണ്ട്. നിരുപാധികമായ സ്നേഹം, കാര്യം കാണാൻ വേണ്ടിയിട്ട്, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ജീവിതത്തിലെ അവനവന് വേണ്ടിയിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ സ്നേഹിക്കുന്ന വീടുകൾ ഇവിടെ ഇല്ലേ? ആ വീട്ടിൽ അങ്ങനെയെങ്കിൽ ഞാൻ കുറിച്ചുമുട്ടത്ത് വീണ്ടും ചോദിക്കും, എൻ്റെ ശ്രോതാക്കളിൽ അനാഥരുണ്ടോ? എൻ്റെ കേൾവിക്കാരിൽ അനാഥരുണ്ടോ? ഉണ്ടാവും, നിശ്ചയമായും. ഓൺലൈനിലുണ്ടാവും, ഒരുപക്ഷെ എന്നെ നേരിട്ട് ഫിസിക്കലി കേൾക്കുന്നവരിലുണ്ടാകും. 98-ാമത്തെ വയസ്സിലേകനായി ആരുമില്ലാതെ. എത്ര ശോകമായത്! ഒരു പുരുഷന്റെ സങ്കടമാണത്. അല്ലെങ്കിൽ ഈ പുരുഷന്റെ സങ്കടം ആരറിയാനാണ്? അല്ലേ? ഇപ്പൊ ഈ സ്ത്രീ പീഡനമുണ്ട്, പുരുഷ പീഡനമുണ്ടോ? ഉണ്ടോ? നമ്മുടെ ഈ പീഡനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പല കാര്യങ്ങളുണ്ട് കേട്ടോ. സ്ത്രീ പീഡനമുണ്ട്, പുരുഷ പീഡനം ഉണ്ടോ? ഇവിടില്ല. ഇവിടെ ഞാൻ വേറെ ഛത്തീസ്ഗഡിലെ, ഒറീസയിലെ, ബൊളീവിയയിലെ കാര്യമൊക്കെ പറയണം. 2 വർഷം മുമ്പുള്ളൊരു കണക്ക് ഞാൻ ഇവിടെ കിട്ടും. 63,000 പുരുഷര പീഡനങ്ങളുടെ പരാതി ഒരു സമിതിയിൽ ചെന്നിട്ടുണ്ട്. 63,000. കേരളത്തിൽ നിന്ന് 700-ലധികം. ആരറിയുന്നു? അല്ലെങ്കിൽ പുരുഷന്റെ സങ്കടത്തെ ആര് ഗൗനിക്കുന്നു? അല്ലേ? ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടുതൽ പുരുഷനാണോ സ്ത്രീക്കാണോ? പുരുഷൻ. അപ്പൊ അറ്റാക്ക് പുരുഷന്മാർക്കാ കൂടുതൽ. കഷണ്ടി പുരുഷന്മാർക്കാ. നിങ്ങൾക്കില്ല. കാരണം എന്തെന്നറിയാം? ഈ സ്ത്രീ അവളുടെ വേദനയും സങ്കടവും ടെൻഷനും ഒക്കെ എവിടോട്ടെങ്കിലും പുറത്തോട്ട് കളയും, പറയും, ആരോടെങ്കിലുമൊക്കെ ആരോട് പറയും, പറഞ്ഞുകൊണ്ടിരിക്കും. പുരുഷൻ അങ്ങനല്ല. അവനെല്ലാം അകത്തോട്ട് വീഴുക്കും. അകത്തോട്ടിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ്, ഏലി പുരോഹിതൻ്റെ കൂട്ട് താടി കൈ കൊടുത്തിരുന്ന് കരഞ്ഞ്, ഈ കണ്ണീരൊക്കെ മീശയിലിറങ്ങി, മീശയും വളർന്നത്ത് മുടിയും പൊഴിഞ്ഞ്, ഉണക്കമീൻ്റെ അവസ്ഥ പുള്ളി അടിച്ചു പോകും. ഡിന്നും അടിച്ചു പോകും. ഏലി പുരോഹിതൻ അങ്ങനെ ഡിന്നും പറഞ്ഞ് അടിച്ചു പോയ ആളാണ്. ഇപ്പോഴെങ്കിലും പോകേണ്ട ആളല്ല. ആരോട് പറയാനാ? ആര് കേൾക്കാനാണ്? അതുകൊണ്ട് പറയും. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ പെട്ടെന്ന് ഈ അറ്റാക്കൊക്കെ വരണം. ഇപ്പം ഈ സ്ത്രീക്ക് സങ്കടം വരുന്നതും പുരുഷന് സങ്കടം വരുന്നതും 2 തരത്തിലാണ്. പുരുഷന് ടെൻഷനും സങ്കടവും വരുമ്പോൾ കേവ് പോലെയാണെന്ന് പറയും. കേവെന്ന് പറഞ്ഞാൽ ഗുഹ. പുരുഷന് വിഷമവും ടെൻഷനും ഒക്കെ വരുമ്പോൾ ഒരു ഗുഹയ്ക്കകത്ത് കയറുന്ന പോലെ. അവൻ 2-3 ദിവസത്തേക്കല്ല ഇപ്പോൾ തീറ്റ എടുക്കുകയില്ല, ഭാര്യയോട് മിണ്ടുകയില്ല, പിള്ളേരുമായിട്ട് അധികം ഇടപെടലില്ല, 3-4 ദിവസത്തേക്ക് സമയത്ത് വീട്ടിൽ കയറത്തില്ല, എവിടെയെങ്കിലുമൊക്കെ ചാഞ്ചാടി നടക്കും. 3-4 ദിവസത്തേക്ക്. പിന്നെ 3-4 ദിവസം കഴിഞ്ഞ് ഇത്തിരി എടുത്തു തുടങ്ങുള്ളൂ, ലൈറ്റായിട്ട് എടുത്തെടുത്ത് തുടങ്ങും. ഒരു ഗുഹയ്ക്കകത്തോട്ട് കയറുന്ന പോലെ അവനങ്ങ് ഒതുങ്ങി അങ്ങ് മാറും. അവൻ്റെ പ്രത്യേകത അങ്ങനെ. സ്ത്രീക്ക് ദേഷ്യം വരുമ്പോൾ, സങ്കടം വരുമ്പോൾ അവൾ വേവ് പോലെയാണെന്ന് പറയും. തിരമാല എന്ന് പറയും, വേവ്. ഈ തിരമാലയുടെ പ്രത്യേകത എന്തെന്നറിയാം? നമ്മളിപ്പോൾ ചെങ്ങന്നൂർ കടലില്ലെങ്കിലും കടലുള്ളിടത്തൊരിടത്ത് പോയി നിങ്ങൾ ഭാര്യയും ഭർത്താവിടെ പോകുമ്പോൾ ഈ കടത്തീരത്ത് നമ്മൾ ചെന്നു, 5 മണിക്ക് ചെന്നു, വലിയ തിരമാലയില്ല, നമ്മൾ കുറച്ച് ഇറങ്ങി അവിടെ നിൽക്കും. 3-4 തിരമാലയൊക്കെ മെല്ലെ മെല്ലെ വന്ന് നമ്മുടെ പാദമൊക്കെ നനച്ചോ മടങ്ങിപ്പോവും. നമ്മൾ ഇത്തിരി കൂടെ 4 സ്റ്റെപ്പ് അകത്തോട്ടിറങ്ങും. തിരയില്ലല്ലോ ഏതായാലും ഇന്നത്തെ തിരയില്ല. അടുത്ത തിര ഒരു വരവാണ്. അത് വരുമ്പോൾ നമ്മൾ പുറം തിരിഞ്ഞ് ഓടും. പക്ഷെ നമ്മുടെ ഒരു മുട്ടിൻ്റെ താഴ് വരെ നനച്ചേ അവൻ പോവുള്ളൂ. അയ്യോ! പക്ഷെ പിന്നെ 10 മിനിറ്റത്തേക്ക് മെല്ലെ ചെറിയതാ വരുന്നത്, ചെറുതാ. അപ്പോൾ നമ്മൾ ഇന്നിനി ഇല്ല, മുമ്പേ അബദ്ധം പറ്റിയതാണത്. നമ്മളൊരു 10 സ്റ്റെപ്പ് പിന്നെ ഇറങ്ങി നിൽക്കും. 2 മിനിറ്റ് കഴിയുമ്പോൾ വേറൊരെണ്ണം വരും, ഒടുക്കത്തെ വരവാ. നമ്മുടെ മേലോട്ട് നനച്ചുകൊണ്ടിരിക്കും, നമ്മൾ ഓടും. സ്ത്രീക്ക് സങ്കടവും ദേഷ്യം വരുമ്പോൾ വേവ് പോലെയാണ് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ തിരമാല പോലെ ഫ്രിഡ്ജിൻ്റെ ഡോറ്, അടുക്കളയുടെ കതക്, അലുമിനിയം പാത്രത്തിൻ്റെ ചെവിട്, സ്റ്റീൽ പാത്രത്തിൻ്റെ പുറം, പിള്ളേരുടെ മുതുക് ആദി എവിടെയെങ്കിലുമൊക്കെ ഇത് ഔട്ട് പോർ ചെയ്യും. ഇത് ഭർത്താവ് കേൾക്കണം, അല്ലെങ്കിൽ ഇത് കൊടുത്ത്, അതുകൊണ്ട് പ്രശ്നമില്ല, അതിലങ്ങ് തീർന്നു പോവാം. ശരിയല്ലേ? അതിലങ്ങ് തീർന്നു പോവാം. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, വേവും കേവുമാണ്. പക്ഷെ ജീവിതശൈലി രോഗങ്ങൾ അതുകൊണ്ട് കൂടുതൽ ആർക്കാ? പുരുഷന്. അവരെല്ലാം ഉള്ളിലൊതുക്കി ഏലി പുരോഹിതനെ പോലെ താടി വളർന്ന് ബ്ഡിം എന്നും പറഞ്ഞങ്ങ് പോകും.
പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു എന്നാ. അറ്റാക്ക അന്ന് എഴുതിയിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. ആണിൻ്റെ സങ്കടമാണിത്. ഏലി പുരോഹിതന്റെ സങ്കടം ഏകാന്തതയാകുന്നു. പല ഭർത്താക്കന്മാരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ മരിച്ചിട്ടേ അവള് മരിക്കാവേ എന്ന്. ഇവിടുത്തെ കാര്യം എനിക്കറിയാൻ പാടില്ല. ഒരുപാട് വീടുകളിൽ എനിക്കറിയാം, ഒരു പക്ഷെ അമ്മച്ചിമാര് മുന്നേ മരിച്ചിട്ട് അപ്പച്ചന്മാര് അവർ വല്ലാത്ത ഏകാന്തരയായിരിക്കും. പിന്നെ ഒരു വല്ലാത്ത ഏകാന്തരം അവർക്കുണ്ടാകാറുണ്ട്. പൊതുവായൊരു നിരീക്ഷണം മാത്രമാണ്, വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഏലിയുടെ സങ്കടം കാലത്തിന്റെ സങ്കടമാണ്, വൃദ്ധരയുടെ സങ്കടമാണ്, വാർദ്ധക്യത്തിലെ ആണുങ്ങളുടെ സങ്കടമാണ്, സ്ത്രീകളുടെയും. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ചിന്ത, ഏലി പുരോഹിതന്റെ മൂന്നാമത്തെ പരാജയം എന്ന് പറയുക, പരസ്യ വിജയങ്ങൾക്കിടയിൽ തകർന്നു പോകുന്ന വീട്, ഗൃഹം. ഏലി എന്തൊരു പബ്ലിക് അഡ്രസ്സാണെന്നറിയാം. 40 വർഷത്തെ പൗരോഹിത്യ പാരമ്പര്യം നാട് മുഴുവൻ അറിയാം. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതപ്പെട്ട അതിശ്രേഷ്ഠനായ ഉത്തമ ഭരണകർത്താവ് ശമൂവേൽ എന്ന് പറയുന്ന ബാലനെ മെന്ററാണ് ഏലി, ഗൈഡാണ്, ഗുരുവാണ്. കാലത്തിനുമേൽ വിജയം ആഘോഷിച്ചവൻ ഏലി. വാട്ട് എ പബ്ലിക് അഡ്രസ്. പക്ഷേ സ്വകാര്യ ജീവിതം, വീട് തകർന്നുപോയി. ഇത് നമ്മുടെ ജീവിതമല്ലേ? 4 പേരുടെ മുമ്പിലും പരസ്യ ജീവിതവും നമുക്കൊക്കെ ഓക്കെയാ, പക്ഷേ വീട് തകർച്ചയില്ല. പബ്ലിക് അഡ്രസ്സൊക്കെ നമുക്കുണ്ട്. നമ്മളൊരു വിജയിച്ച ഓഫീസിൽ നമ്മൾ വിജയിച്ചവരാകാം, പള്ളിയിൽ നമ്മൾ വിജയിച്ചവരാകാം, നമ്മുടെ ജോലിയിൽ നമ്മൾ വിജയിച്ചവരാകാം. പക്ഷെ ഒരു അപ്പൻ എന്നുള്ള നിലയിൽ തോറ്റുപോയിട്ടുണ്ട്. വീട്ടിൽ നിസ്സഹായന. അമ്മ എന്നുള്ള നിലയിൽ തോറ്റുപോയിട്ടുണ്ട്. ദ സൺസ് ഓഫ് ഏലി വേർ സ്കൗണ്ടറൽസ്. ഏലിയുടെ മക്കൾ തെമ്മാടികൾ, താന്തോന്നികൾ. കാരണം എന്താ? ചന്തമുള്ള വൈദികനായിരുന്നു, പക്ഷെ വീട്ടിൽ ദുരന്തമായി മാറിയ ഒരപ്പനാ. മിണ്ടാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയാം? ഏലി വാസ് സോ ബിസി. അതാ കാരണം. പുള്ളി ഭയങ്കര തിരക്കാ. ഏലി വാസ് സോ ബിസി, ഭയങ്കര ബിസിയാ. നമ്മുടെ കാര്യമാ, നമുക്ക് സമയമില്ല, വീടിന് സമയമില്ല, കൊടുക്കേണ്ട മുൻഗണനകൾക്ക് സമയമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഏലി പുരോഹിതന് 2 പിള്ളേര്, ഹൊഫ്നിയും ഫിനെഹാസും. അവിടെ ഏലി പുരോഹിതന്റെ ശിക്ഷണത്തിൽ വളരുന്നൊരു പുറത്തുനിന്നൊരു കുട്ടി ശമൂവേൽ. ഈ 3 എണ്ണം ഒരുമിച്ചാ വളർന്നായി അല്ലേ? പക്ഷെ ഒരെണ്ണം നന്നായി, 2 എണ്ണം പിഴച്ചുപോയി. എന്താ? ഒരെണ്ണം നന്നായി, 2 എണ്ണം. ഒരാൾ തിന്മ ചെയ്യാതെ മാറി നിന്നു, 2 എണ്ണം പിഴച്ചുപോയി. എന്താ? ഒറ്റ കാര്യം ഞാൻ പറയാ, വീട്ടിലെത്താത്ത ആരാധന. ഏലി വാസ് എ സക്സസ്ഫുൾ പ്രീസ്റ്റ്, വിജയിച്ച വൈദികനാണ്. പക്ഷേ വീട്ടിലെത്താത്ത ആരാധന. ഞാനും നിങ്ങളും, ഞാനൊരു വിജയിച്ച പുരോഹിതനാണോ? അല്ല. ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ ഈ കറുത്ത 6 മുഴം ചേലയ്ക്കുള്ളിൽ ഞാൻ എൻ്റെ സ്വകാര്യ പുഴുക്കുത്തുകളെ മറയ്ക്കുന്നുണ്ടോ? കുറെ കൂടെ ക്വാളിറ്റി എനിക്ക് വേണ്ടേ? എപ്പോഴും ഞാൻ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നെ സ്നേഹമുള്ളവരെ, പുറത്ത് നമ്മൾ വിജയിച്ചവരാ, പക്ഷെ വിശുദ്ധ സ്ഥലത്തെ ജീവിതവും വീട്ടിലെ ജീവിതവും രണ്ടും രണ്ടായി പോയി. അതിന്റെ ഉത്തരാണ് ദ സൺസ് ഓഫ് ഏലി വേർ സ്കൗണ്ടറൽസ്. കാരണം ഏലി വാസ് സോ ബിസി. നമ്മളൊക്കെ ഭയങ്കര തിരക്കാ. മക്കൾ എങ്ങനെ വളരുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ഏലി പുരോഹിതന് 2 മക്കളേ ഉള്ളൂ. 1:29 വചനം അടിവരയിട്ട് നമ്മുടെ വീട്ടിൽ ഉറക്കം വായിക്കേണ്ടതാ. ദൈവം ചോദിക്കണം, ഈ പിള്ളേര് പിഴച്ചു പോന്ന് കണ്ടിട്ട്, ഏലി, നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുന്നുണ്ടെന്താ? അല്ലയോ ഏലി,
നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ എന്ന് വെച്ചാൽ ദൈവം ചോദിക്കുകയാണ്, എന്നേക്കാൾ ശരിയാ. നമ്മളോടല്ലേ? നമുക്ക് ദൈവം സഹായിച്ച പിള്ളേരിപ്പോൾ ഒന്നേ ഉള്ളൂ, ഒന്നേകാലില്ല. അമിത സ്നേഹത്തിൻ്റെ തിമിരം കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തെറ്റുകളെ നമ്മൾ ന്യായീകരിക്കുന്നില്ലേ? ശരിയല്ലേ? ആരെങ്കിലും നമ്മുടെ പിള്ളേരെ കുറിച്ച്, മോളെ ഒന്ന് ശ്രദ്ധിക്കണം, ഏയ് എൻ്റെ കുഞ്ഞങ്ങനെയല്ല, ആ പറഞ്ഞവൾക്കിട്ട് നമ്മൾ കൊടുക്കും, അവളുടെ പിള്ളേരുടെ കാര്യം നോക്കട്ടെ, ശരിയല്ലേ? നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുന്നുണ്ടെന്ന്. നമ്മുടെ മക്കളുടെ എണ്ണം കുറഞ്ഞപ്പോൾ നമ്മൾ അവരുടെ പാപത്തെ നമ്മൾ ന്യായീകരിക്കുന്നുണ്ട്, അവരുടെ തെറ്റുകളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏലിയുടെ വീട് ഗാർഹിക പരസ്യ വിജയങ്ങൾക്കിടയിൽ വീട് തകർന്നുപോയി. ഇന്ന് മക്കളെ ഭയപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. മക്കളെ പേടിച്ച. ഞാൻ ഈ കോവിഡ് കാലത്ത് ഒരു പരസ്യം കണ്ടു. കോവിഡ് കാലത്ത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരച്ഛനും അമ്മയും സോഫായിലിരിക്കുന്നു. മകൻ ഓൺലൈനിൽ വർക്ക് ചെയ്യണം ടാബിനകത്ത്. അപ്പം ഈ അപ്പനും അമ്മയ്ക്കും പുറത്തോട്ട് പോകാൻ സ്വാതന്ത്ര്യമില്ല, കോവിഡ് ആണല്ലോ. ഈ വൃദ്ധൻ എങ്ങോട്ടെങ്കിലുമൊക്കെ ഇറങ്ങി കവല വരെ പോകണമെന്നൊക്കെ ഉണ്ട്, വിടില്ല. നമ്മളും അങ്ങനെ ആയിരുന്നല്ലോ ഈ കോവിഡ് സമയത്തൊക്കെ. ഈ പുറത്തൊക്കെയുള്ള നമ്മുടെ മക്കള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്നത്. അച്ഛൻ അങ്ങനെയൊക്കെ പറയും, കുർബാന ഉണ്ടെന്നൊക്കെ പറയും, 20 പേരും 50 പേരെന്നൊക്കെ പറയും. ഞങ്ങൾക്ക് വേറെ പണി ഉണ്ടാക്കരുത്, വീട്ടിനകത്ത് ഇരുന്നോണ്ടാൽ മതി പറഞ്ഞതാണ്. അപ്പോൾ ഈ അച്ഛനും അമ്മയും സോഫായിലിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് അച്ഛനൊന്ന് എഴുന്നേൽക്കുന്നു. അപ്പം മോനിങ്ങനെ ചെയ്യണേ. അപ്പം മോനിങ്ങനെ കണ്ണ് ഉയർത്തി ചോദിക്കുന്നുണ്ട്, എന്നാ? അപ്പം അച്ഛൻ പറഞ്ഞ്, കരണ്ട് ബില്ല് അടച്ചില്ല, അടയ്ക്കണം. അപ്പം മോൻ പെട്ടെന്ന് മൊബൈൽ എടുത്തിട്ട് എന്നാ ചെയ്തിട്ട് ടിക്ക് അടച്ചിട്ടുണ്ട്, അവിടെ ഇരുന്നോളാൻ പറഞ്ഞു അച്ഛനോട്. അച്ഛനോട് ഇരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും എഴുന്നേറ്റു. മോൻ എന്നാ? അത് മറ്റേ എന്താ ഏതോ ഒരു ബില്ലിൻ്റെ കാര്യം, ഒരു ഗ്യാസിൻ്റെ ഒരു എന്തോ ഒരു സാധനം, അത് ചെയ്തിട്ടില്ല, അതൊന്ന് ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം മൊബൈൽ അത് അടച്ചിട്ടുണ്ട്, പോകണ്ട. മൂന്നാമത് ഈ അച്ഛൻ അല്പം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. എന്നാണ്? മുടിയൊന്ന് വെട്ടണമായിരുന്നു, ഓൺലൈനിൽ നടക്കുകയല്ല. പരസ്യം എത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു വീർപ്പുമുട്ടലിൻ്റെ ബാക്കി പത്രമാണ്. ഇത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള പ്രായമുള്ളവർ നമ്മുടെ വീടുകളിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. കോവിഡ് കാലത്ത് അധികമായി ഉണ്ടായിരുന്നു, വല്ലാതെ വീർപ്പുമുട്ടുന്നവർ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാട്ടിലെ മാന്യൻ വീട്ടിൽ ഹീനനാകരുത്. നാട്ടിലെ മാന്യ വീട്ടിൽ ഹീനയാകരുത്. നാടിന് കൊള്ളാവുന്നവർ പലരും വീടിന് കൊള്ളാവുന്നവരല്ല. ഇത് നമ്മുടെ കഥയല്ലേ? നാടിന് കൊള്ളാവുന്നവർ പലരും ജീവിതമെന്ന കട്ടിലിനരികെ യെശയ്യാ പ്രവാചകൻ നിൽക്കുന്നുണ്ട്. 38-ാം അധ്യായം ഹിസ്കിയാവിനോട് പറയുന്നു, നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തുക. നാട് ഭരിക്കുന്ന രാജാവാണ്, മരിക്കാൻ കിടക്കുക, ആയുസ് തരാം 15 വർഷം കൂടെ, പക്ഷെ കറക്റ്റ് യുവർ ഹോം, വീട് ശരിയാക്കുക. നമ്മളോടും തമ്പുരാൻ പറയാണ്, 70 വയസ്സായില്ലേ, ഇനി ഇത്ര കാലം കൂടെ തരാം, കറക്റ്റ് യുവർ ഹോം. 50 വയസ്സായില്ലേ, കറക്റ്റ് യുവർ ഹോം. 48 ആയില്ലേ, കറക്റ്റ് യുവർ ഹോം. ബാക്കിയൊക്കെ പിന്നാവട്ടെ, ബാക്കിയൊക്കെ പിന്നാവട്ടെ. ജീവിതമെന്ന കട്ടിലിനരികെ യെശയ്യാ പ്രവാചകൻ നിൽക്കുന്നുണ്ട്. ദാമ്പത്യം. അപ്പോൾ ഇപ്പം പ്രായമുള്ളവരൊക്കെ എന്നെ ഇവിടെ കേൾക്കുന്നുണ്ട്. ചിലർക്ക് സന്തോഷമാണ് ഞാൻ പറഞ്ഞ വചനം, ചിലർക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒന്ന് മാത്രമേ, ഒരു ചെറിയ കവിത മാത്രമേ എനിക്കത് പറയാനുള്ളൂ. ഇനി കുറച്ച് നാളേ ഉള്ളൂ. ഇനി നമ്മൾക്കല്പം പ്രേമിച്ചിടാൻ തുടങ്ങിടാം, കാമുകി കാമുകന്മാരാവാം, നമുക്ക് പിരിയേണ്ടതല്ലയോ. പ്രായമുള്ളവരെന്ന് കേട്ടെ, ഇനി നമ്മൾക്കൊരൽപ്പം പ്രേമിച്ചിടാൻ തുടങ്ങിടാം, കാമുകി കാമുകന്മാരാവാം, നമുക്ക് പിരിയേണ്ടതല്ലയോ. മനസ്സിലായോ? മനസ്സിലായി? അത് പറയും. ഇനി എന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഓർക്കണം, രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചുണ്ട്. ഇനി എത്ര നാളാ? ഇനി നമുക്കൊരൽപ്പം പ്രേമിച്ചിടാൻ തുടങ്ങിടാം, കാമുകി കാമുകന്മാരാവാം, നമുക്ക് പിരിയേണ്ടതല്ലയോ. പ്രിയപ്പെട്ടവരെ, 4-ാം അധ്യായം 18-ാം വാക്യം, ഉമ്മറപ്പടിയിൽ ഒന്ന് പുറകോട്ട് മറിച്ചു. അവിടെ ഇരുന്നപ്പോഴാണ് ഒരാൾ ഓടി വന്ന് പറഞ്ഞ, അച്ചോ പിള്ളേര് പോയച്ചോ.
ഹൊഫ്നി ഫിനെഹാസും പോയച്ചോ, മരണപ്പെട്ടു. ഫെലിസ്ത്യരുടെ കയ്യാൽ മരണപ്പെട്ടു. ദൈവത്തിന്റെ പെട്ടകം അവർ പിടിച്ചോണ്ടുപോയി. ഒരു പുരോഹിതൻ ദൈവത്തിന്റെ പെട്ടകം പോയി നിറഞ്ഞപ്പോ വല്ലാതെ ഭാരപ്പെട്ടു. നിറവയറോടൊരു സ്ത്രീ ആ വീട്ടിലുണ്ട്, മരുമോള. ഈ വാർത്ത കേട്ടതും അപ്പൻ പുരോഹിതൻ പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു. എന്ത് ദുരന്തം! നിറവയറോട് നിൽക്കുന്നൊരു സ്ത്രീ ഉണ്ട് അവിടെ. അവൾ മാസം തികയാതെ ആ വെപ്രാളത്തിൽ ദാരുണ വർത്തമാനം കേട്ടപ്പോൾ ഒരു കുഞ്ഞിനെ നൊന്തുപറ്റു. പടക്കളത്തിൽ 2 മരണം, വീട്ടിൽ 1 മരണം, 1 ജനനം. 3 മരണത്തിന്റെ മധ്യേ പിറന്ന കുഞ്ഞിന് ദുരന്തത്തിന്റെ പേര് കൊടുത്തു ആ വീട്ടിൽ. ഇഖാബോത്ത്. മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയി. ഇൻഗ്ലോറിയസ്. ഈ ശാപത്തിന്റെ പേരുമായി വല്യപ്പച്ചൻ, പ്രതാപിയായ പേരുകേട്ട വല്യപ്പച്ചൻ ശാപത്തിന്റെ മരണമേറ്റ് വരുമ്പോ ആ നിമിഷം പിറക്കുന്ന കുഞ്ഞുമകൻ ശാപത്തിന്റെ നാമം പേർ ജീവിക്കുക. ഇഖാബോത്ത്. അപമാനകരം. ഞാൻ അവസാനിപ്പിക്കുക. ഏലിയുടെ വീട് നമ്മുടെ വീടാകാതിരിക്കട്ടെ. അഴകോടെ ആരംഭിക്കുകയും അഴുക്കോടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നുവോ? അതാണോ നമ്മുടെ ജീവിതം? നിസ്സഹായതയുടെ നീറുന്ന വാർദ്ധക്യത്തിൽ നമ്മുടെ വീടുകളിൽ പ്രായമുള്ളവരുടെ കണ്ണീര് വീഴുന്നുണ്ടോ? 3, പുറത്ത് വിജയിച്ചവൻ അകത്ത് തോറ്റുപോകുന്നുണ്ടോ? പരസ്യ വിജയങ്ങൾക്കിടയിൽ തകർന്നു പോകുന്ന വീടുകൾ ഏലിയുടെ വീടാ ഇവിടെയുണ്ടോ? ഹോംലെസ്നെസ് വിത്തിൻ ദ ഹോം നമ്മുടെ പ്രശ്നമാണ്. വീടിനകത്തൊരു വീടില്ല. ഹൗസ്, നമ്മളൊരു വീട് പണിയുമ്പോൾ എന്നെ പറയുന്നത് ഹൗസ് വാമിങ് എന്നാ അല്ലേ? ഹൗസ് വാമിങ്. ഹൗസിന്റെ പ്രത്യേകത അത് ബിൽഡ് ചെയ്യുന്നതാ. എന്നാൽ ഹൗസ് വാമിങ് കഴിഞ്ഞാൽ പിന്നെ അത് ഹൗസ് അല്ല, ഹോമാണ്. അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ബിൽഡ് ചെയ്യുന്ന കട്ടയും സിമെന്റും വാർക്കപ്പണിയൊക്കെ നടത്തി ഉണ്ടാക്കിയെടുക്കുന്ന സാധനത്തെ, കെട്ടിടത്തെ നമ്മൾ വിളിക്കും എന്ത്? ഹൗസ്. അത് ഹൗസ് വാമിങ് വരെ ഉള്ളൂ. ഹൗസ് വാമിങ് കഴിഞ്ഞാൽ ബിൽഡല്ല, ക്രിയേറ്റ് ചെയ്യണം. അപ്പനും അമ്മയും പിള്ളേരും എല്ലാം കൂടെ ചേർന്ന് സന്തോഷത്തിലും സമാധാനത്തിലും സ്വസ്ഥതയിലും വീട് ഹോമാക്കുക, ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ നമ്മുടെ പല വീടുകളും കെട്ടിടമായി, ഹൗസായി അവശേഷിക്കുക. ഈ രാത്രി നിങ്ങളുടെ ശ്രദ്ധയ്ക്കും താല്പര്യത്തിനും നന്ദി. ആ വചനം, ഇന്ന് നാം തുറന്ന വചനത്തിന് സമകാലീന മലയാളിയുടെ ജീവിത പരിസരങ്ങളിൽ ഏറെ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ചിന്തകൾ ഞാനിവിടെ പങ്കുവച്ചത്. പരിശുദ്ധാത്മാവ് അതിന് ഈ കാലത്തിൻ്റെ വെളിച്ചം നൽകിയെന്ന് എനിക്ക് തോന്നുന്നു. കേട്ടവർ അത് വെറുതെ കളയരുത്. ഇത് നമുക്കൊരു ചില കാര്യങ്ങളിലുള്ള തിരുത്തലിന് മുഖാന്തരം അല്ലേ എന്ന് ചിന്തിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അനുഗ്രഹത്തോടെ ഈ നാളുകൾ, പെരുന്നാളിൽ കടന്നു പോകാൻ ദൈവം ഇടയാക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.